ദാവീദിൻ മകൾ കന്നി ജനതാമധ്യേ നിന്നിടുന്നു. കൈകളിൽ മേവുന്നുണ്ണി താർക്കികരവനെ ചൂഴുന്നല്ലോ. പാർക്കുന്നേകൻ നേർക്കുന്നന്യൻ സാക്ഷി ചന്യനിവൻ താൻ ദൈവം. ദാവീദിൻ മകൾ കന്നി നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ താൻ പന്തിയിലേക്കിന്നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം. അവളോടൊന്നിച്ചുൾഘോഷിക്കാം. തൽഫലമീശൻ താനെന്നേവം. വളരെ ഹൃദയംഗമായ ഈ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ആചരണത്തിൻ്റെ മുഹൂർത്തങ്ങളെല്ലാം, പ്രത്യേകിച്ചും ഡിസംബറിലെ തണുപ്പ് നൽകുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വ്യത്യസ്ത ഭാവങ്ങളും ചേരുമ്പോൾ ആ തിരുപ്പിറവിയുടെ സന്തോഷത്തിന് എത്രമാത്രമാണ് ആനന്ദവും നിർവൃതിയും ഉണ്ടാകുന്നു എന്നുള്ളത് അത് അനിർവചനീയമാണ്. നമുക്ക് നിർവചിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളാരും അതിന് മെനക്കെടുന്നില്ല എന്നത് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം തിരയടിക്കുന്ന സമയം കൂടിയാണ്. തീർച്ചയായും ഈ ദിവസം വിശുദ്ധ മാർത്തോമാ ശ്ലീഹായും നമ്മൾ അനുസ്മരിക്കുകയാണ്. കർത്താവിനോടൊപ്പം മരിക്കാൻ പോവാൻ തയ്യാറായ തോമാ ശ്ലീഹ. സുവിശേഷങ്ങൾ തോമാ ശ്ലീഹായുടെ വിവിധ വാഗ്മീയ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ ആണിപ്പഴുതുകളിൽ വിരലിടണം എന്നുള്ള ശാഠ്യവും വിലാപ്പുറത്ത് കൈവെക്കണം എന്നുള്ള ശാഠ്യവും അത് വായിക്കുമ്പോഴൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉണങ്ങാത്ത മുറിവാണ് കർത്താവിനുള്ളത്. കാരണം കുരിശിൽ തറപ്പും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. ഒരു മുറിവ് ഉണങ്ങുവാനുള്ള സമയം പോലുമില്ല. അതിനുള്ളിൽ തന്നെ തോമാ ശ്ലീഹ പറയുകയാണ്, കർത്താവിൻ്റെ വിലാപ്പുറത്ത് കൈവെക്കണം. അപ്പോൾ ആ വിലാവ് സഹിച്ച വേദനയുടെ ആ ഭാരത്തിൻ്റെ മുകളിൽ വീണ്ടും അവൻ്റെ കൈവെക്കണമെന്നും ആണിപ്പഴുത് അത്രയും വേദനിപ്പിച്ച ആണിപ്പഴുതുകൾക്കിടയിൽ അവൻ്റെ വിരലിട്ട് നോക്കുമ്പോൾ കർത്താവിന് വേദനിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോഴെങ്കിലും കടന്നു വരാം. പക്ഷേ ആ വേദനയും കർത്താവ് സ്നേഹമായി എടുത്തുകൊണ്ടാണ് അത്രയും ശാഠ്യം പിടിച്ചവൻ്റെ മുമ്പിൽ കർത്താവ് വലുതായി കടന്നു വരുമ്പോൾ തോമാ ശ്ലീഹ അവിടെ വലുതാവുകയും കർത്താവ് ചെറുതാവുകയും ചെയ്യുന്ന ആ മഹാമനസ്കതയുടെ ഉടമസ്ഥനാണ് താനെന്ന് എന്നുള്ള ഒരു ഭാവം കൂടി അവിടെ ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ വലിയവനായ ദൈവം താണിറങ്ങി വന്ന ആ താഴ്മയുടെ ഭാവത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് തോമാ ശ്ലീഹായുടെ മുമ്പിൽ വലിയവനായ കർത്താവ് മാർത്തോമായ്ക്ക് വേണ്ടി മുട്ടുമടങ്ങി കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായും തോമാ ശ്ലീഹായുടെ ആ ഓർമ്മ, ആ ശാഠ്യം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തെ വീണ്ടും വീണ്ടും നമുക്ക് സമ്മാനിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നത് വിശുദ്ധ തോമാ ശ്ലീഹായെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ആ വിശ്വാസം, തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ സന്ദേശം നമുക്ക് നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന ജോൺ കെ സാമുവേൽ അച്ഛനെയും നമുക്ക് ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാവിലെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതാണ്. അച്ഛൻ്റെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞ് അച്ഛൻ്റെ സമയത്തെ അപഹരിക്കാതിരിക്കുവാനാണ് ശ്രദ്ധിക്കുന്നത്. അച്ഛൻ്റെ ആ ഫ്ലോ കൃത്യമായി തന്നെ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വേലിയേറ്റം പോലെ ആയിത്തീരട്ടെ. സുവാർത്തയുടെ ആ അനുഭവവും മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയും അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്ന ഏറ്റവും നല്ല ഒരു ഡിസംബർ കാലത്തെ എൽദോ നോമ്പിൻ്റെ ഒരു അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കുരുവിള അച്ഛനെയും ബഹുമാനപ്പെട്ട ജോൺ കെ സാമുവേൽ അച്ഛനെയും ഞങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട
അച്ഛനെ സുവിശേഷ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. വന്യ ശ്രേഷ്ഠനായിരിക്കുന്ന കുരുവിള കോർ എപ്പിസ്കോപ്പാച്ചൻ, പ്രിയ അനുജൻ സോണിയച്ചൻ, കർത്താവിൽ ശ്രേഷ്ഠരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു സന്ധിയിൽ കർത്തൃപാദത്തിലായിരിക്കുക ഒരു ഭാഗ്യമാണ്. പകൽ പോയി മറയുന്ന സമയത്ത് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ആയിരിക്കുക. ശീമാ നമസ്കാരത്തിലെ സന്ധ്യയുടെ പ്രാർത്ഥന അപ്രകാരമാണ് തുടങ്ങുന്നത്: കർത്താവെ, പകൽ കഴിഞ്ഞു പോയിരിക്കുന്ന ഈ സമയത്ത് ശാന്തമായി തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് നിത്യമായ സ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് കരയേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയതിനാൽ ഇന്നത്തെ ഈ പ്രത്യേക ദിവസം ബഹുമാനപ്പെട്ട സോണിയച്ചൻ പറഞ്ഞതുപോലെ മാർത്തോമാ ശ്ലീഹായെ രക്തസാക്ഷിയാക്കിയ ഈ ദിവസം, കാളിഭക്തന്മാർ പിറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തിയത് പിളർന്ന മറു സൈഡ് വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ട് 3 ദിവസം അദ്ദേഹം എങ്ങനെ പിടിച്ചു നിന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ആ കുത്തലിന് സമാനമായ ഒരു പ്രാർത്ഥന ഇന്ന് സെതറായിൽ വായിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിപ്രകാരമാണ്: ഉജ്ജ്വലതയേറിയ മാർത്തോമാ ശ്ലീഹ ആത്മീയ മാമോദീസയാകുന്ന വെള്ളവസ്ത്രം വിശുദ്ധ സഭയ്ക്ക് നൽകിയതുകൊണ്ട് നിനക്ക് ഭാഗ്യം. ഏതാണ് ആ വെള്ളവസ്ത്രം? ശുഭ്രവസ്ത്രം അനശ്വര വസ്ത്രമാണ്. അനശ്വര വസ്ത്രം പരിശുദ്ധാത്മാവാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്ത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട് മാർത്തോമാ ശ്ലീഹായ്ക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന് ഇന്നത്തെ വചനത്തിൽ കൂടി നമുക്ക് വെളിവായി വരും എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് അത് ഏദൻ തോട്ടത്തിലെ ഒരു സംഭവം മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ അനശ്വര വസ്ത്രം നമുക്ക് ശ്ലീഹ തിരികെ തന്നത് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമുക്ക് ലഭിക്കും എന്നുള്ള പ്രത്യാശയോടെയാണ് ഞാനിത് വായിക്കുന്നത്. അടുത്ത പ്രാർത്ഥന ഇപ്രകാരമാണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സത്യത്തിൻ്റെ ശ്ലീഹായാകുന്ന മാർത്തോമാ ശ്ലീഹ, നിന്റെ നാഥനായ മശിഹായുടെ സാദൃശ്യത്തിൽ കുന്തത്താൽ നിന്റെ വിലാപ്പുറത്ത് സന്തോഷപൂർവ്വം നീ മുറിവേറ്റത് കൊണ്ട് നിനക്ക് ഭാഗ്യം. അതായത് കർത്താവിൻ്റെ വിലാപ്പുറത്ത് ഒരു കുന്തം കുത്തിക്കയറ്റി മാർത്തോമാ ശ്ലീഹായുടെ പിറകിൽ നിന്നും ഒരു കുന്തം കയറി അവൻ്റെ വിലാപ്പുറത്തു നിന്നും അത് പുറത്തേക്ക് ചാടി. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഒരു ശിഷ്യൻ വഹിക്കേണ്ടുന്ന കർത്താവിൻ്റെ അടയാളമാണ് ക്രിസ്തുവിൻ്റെ ചൂടടയാളം. അത് ശരീരത്തിൽ വഹിക്കുക എന്ന് പറയുമ്പോൾ, ശരീരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പിതാക്കന്മാരുടെ ഭാഷയിൽ ശരീരവും മനസ്സും അതിനകത്തുണ്ട്. ഫ്ലഷ് എന്നുള്ള വാക്കുണ്ട്. ജഡം, ജഡാഭിലാഷം എന്ന് പിതാക്കന്മാർ എവിടെയെങ്കിലും പ്രാർത്ഥനയിലോ ആരാധനയിലോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളെയാണ് ജഡാഭിലാഷം എന്ന് പറയുന്നത്. ജഡമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും, കുറച്ചും കൂടെ ശ്രേഷ്ഠമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സെന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഞാൻ ദേഹി എന്നുപയോഗിക്കും. അതിന് കൃത്യമായി മനസ്സിലാകുന്ന ഭാഷയാണ് ഹൃദയ, ബോധ, വിചാര മണ്ഡലങ്ങൾ. അപ്പോൾ ശരീരത്തിൽ ഒരു ചൂടടയാളം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ക്രിസ്തുവിൻ്റെ ഒരു പെയിൻഫുൾ അടയാളം എല്ലാ ദൈവമക്കൾക്കും ദൈവം കൊടുക്കും.
അത് മാർത്തോമാ സ്ലീഹായ്ക്ക് മാത്രമല്ല. പൗലോസ് സ്ലീഹ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. പൗലോസ് സ്ലീഹ അനേകം അടയാളങ്ങൾ അങ്ങനെ വഹിച്ചിട്ടുണ്ട്. പൗലോസ് സ്ലീഹ പറയുകയാണ്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം കർത്താവ് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിട്ടുണ്ട്. ഇതെല്ലാം കുന്തമാണ്, കുന്തത്താലുള്ള കുത്തലാണിതെല്ലാം. അപ്പോൾ പൗലോസ് സ്ലീഹയുടെ ശരീരത്തിലൊരു ശൂലം, മാർത്തോമായുടെ ശരീരത്തിലൊരു ശൂലം, കർത്താവിൻ്റെ ശരീരത്തിൽ കുത്തിക്കയറ്റിയതും ശൂലം. ഇതെല്ലാം കുന്തത്താലുള്ള അടയാളങ്ങൾ. ദൈവം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തെങ്കിൽ ദൈവമക്കൾക്ക് ദൈവമക്കൾ എന്നുള്ള മുദ്ര കിട്ടുന്നത്, സീൽ ഓഫ് ഡിവൈൻലി പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ശൂലങ്ങളാണ്. എന്താണ് ഈ ശൂലങ്ങൾ? നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും ചൂടടയാളങ്ങളാണ്. അത് അസഹനീയമാകുമ്പോഴാണ് നമ്മൾ കർത്താവിനോട്, കർത്താവേ, ഈ യാക്കോബിൻ്റെ തക്സയിലാണെന്ന് തോന്നുന്നു, അസഹനീയമായ പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിച്ചു കൊള്ളണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. വെളിമറിഞ്ഞൊരീശോ നമ്മൾ പാടുന്നുണ്ട്, വേണ്ട കഷ്ടത വീൺ ചിന്തയും അടിയാരിയെന്ന് ഒഴിക്കുക. വേണ്ട കഷ്ടതാണാണ്, ഇക്കായാണ് എഴുതിയിരിക്കുന്നത്. മീൻസ് വേണ്ടാത്ത കഷ്ടതകൾ, വിച്ച് മീൻസ് വേണ്ടിയ കഷ്ടതകളുണ്ട്. ആ വേണ്ടിയ കഷ്ടതകൾ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ ദൈവം അനുവദിച്ചു തരുന്നതിനെ ചൂടടയാളമായിട്ട് നമുക്ക് വഹിക്കുവാനുള്ള കൃപ ഈ മാർത്തോമാ സ്ലീഹായുടെ പെരുന്നാളിൽ നമുക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ പെരുന്നാൾ യഥാർത്ഥത്തിൽ കൊണ്ടാടേണ്ടത് ഇന്നാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പൗരസ്ത്യ ദർശനത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതല്ല. എല്ലാ വിശുദ്ധന്മാരുടെയും മരണ ദിവസം അവർ എന്ന് സഹതായോ ആ ദിവസമാണ് വലിയ പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുന്നതും ആഘോഷിക്കുന്നതും. പക്ഷേ എങ്ങനെയോ പൗരസ്ത്യ ദേശത്ത് ഈ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായി മാർത്തോമാ സ്ലീഹായുടെ പെരുന്നാൾ എങ്ങനെയോ ജൂലൈ മാസം 3-ാം തീയതി പ്രധാന പെരുന്നാളായിട്ട് കൊണ്ടാടുന്ന ഒരു പാരമ്പര്യം വന്ന് കയറിപ്പോയി. അത് ചിലപ്പോൾ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൊയമ്പ് കാലമല്ലേ, പ്രത്യേകിച്ച് 25 നൊയമ്പിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഒരു ആഘോഷം നൊയമ്പിൽ നമ്മൾ നടത്തില്ല, ആഘോഷപരമായി ഒന്നും ചെയ്യില്ല, നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും. അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കാം. പക്ഷേ അതുകൊണ്ട് ഈ നൊയമ്പിൽ ആണ് യഥാർത്ഥത്തിൽ ഒരു സഹതായുടെ പെരുന്നാൾ നടത്തുവാൻ ഏറ്റവും അനുയോജ്യം. കാരണം നമ്മൾ നൊയമ്പൊക്കെ അനുഷ്ഠിച്ച് കർത്താവിൻ്റെ പെരുന്നാളിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ പരിശുദ്ധനായ മാർത്തോമാ സ്ലീഹായുടെ പെരുന്നാളും അതിനോട് ചേർന്ന് നമുക്ക് ആഘോഷിക്കുവാൻ ദൈവം ഇടയാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഈ ഇടവകയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് മാർത്തോമാ സ്ലീഹായുടെ ജീവിത ചരിത്രത്തിൽ കൂടിയുള്ള ചില ഏടുകളിൽ സംഭവിച്ച കാര്യങ്ങളെ ആത്മീകമായി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മാർത്തോമാ സ്ലീഹ എന്ന് കേൾക്കുമ്പോൾ ഭാരതത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലേക്ക് AD 52 അദ്ദേഹം വന്ന് സുവിശേഷങ്ങൾ നടത്തി. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശുശ്രൂഷകൾ മുഴുവനും നടത്തിക്കൊണ്ടിരുന്നത്. 7 അരപ്പള്ളികൾ സ്ഥാപിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അനേക ഭക്തന്മാരെ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ മതത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരോട് സത്യവെളിച്ചത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമാകും വണ്ണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആദ്യ ദിശയിൽ കാണിച്ച് അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ഏകദേശം വിശ്വസിക്കുവാൻ പറ്റില്ല 3 ലക്ഷത്തോളം ആൾക്കാരെ അദ്ദേഹം ക്രിസ്ത്യാനികളാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. അനേകരെ മാമോദീസ മുക്കി. അതിൻ്റെ ഇടയിൽ പീഡനങ്ങളുണ്ടായി. ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ച് സാധുക്കൾക്ക് വിതരണം ചെയ്തതിൻ്റെ ഫലമായി ആ രാജാവ് മാർത്തോമാ സ്ലീഹായെ പിടിച്ച് ജയിലിലാക്കുന്നുണ്ട്. പിന്നീട് ആ രാജാവിൻ്റെ അനുജൻ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ ജീവിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം സ്വർഗത്തിൽ ഈ രാജാവിൻ്റെ
പണത്തിൻ്റെ നിക്ഷേപം അവിടെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തതിൻ്റെ ഫലമായി മാർത്തോമാ ശ്ലീഹായെ പിന്നീട് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്ത കഥകളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനേകരെ ക്രിസ്ത്യാനികളാക്കിയപ്പോൾ അവസാനം മൈലാപ്പൂരിൽ ഇന്ന് സാന്തോം എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ചെറിയ മലമുകളിൽ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കാളി ഭക്തന്മാർ വന്ന് അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിച്ച് കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നത്. ഏതായാലും മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തിൽ ഉണ്ടായ 1-2 സംഭവങ്ങൾ ആത്മീയമായി നമുക്ക് എങ്ങനെ അതിനെ വിശകലനം ചെയ്ത് കർത്താവിൻ്റെ പെരുന്നാളിലേക്ക്, ക്രിസ്തുമസിൻ്റെ പെരുന്നാളിലേക്ക് നമ്മെ തന്നെ ഒരുക്കാമെന്നുള്ളതാണ്. മാർത്തോമാ ശ്ലീഹയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഭവം മാർത്തോമാ ശ്ലീഹ സംശയം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതേ ഒരു സംശയാലുവായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. വേറെ വളരെ വികലമായ പഠനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പട്ടത്വമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. അതൊന്നും ചിന്തിക്കേണ്ട വിഷയങ്ങളല്ല. അതുകൊണ്ടാണ്. കാരണം കർത്താവ് 12 ശിഷ്യന്മാരെയും ഒരുപോലെ കണ്ടിട്ടുള്ള ആളാണ്. അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളൊക്കെ 1, 2, 3 പേർക്ക് കൊടുത്തുവെങ്കിലും എല്ലാവരും കർത്താവിന് വേണ്ടി ജീവിച്ചവരും മരിച്ചവരുമാണ്. ഒരുവന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ഈ 12 ശിഷ്യന്മാരും, യോഹന്നാൻ ശ്ലീഹ സാധാരണ മരണമായിരുന്നു പ്രാപിച്ചതെങ്കിലും അദ്ദേഹം ഒരു രക്തസാക്ഷി മരിക്കുന്നതിനേക്കാൾ വേദനയിലും പ്രയാസത്തിലും തീച്ചൂളയിലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടേണ്ടി വന്നു. എണ്ണയിലിട്ട് അദ്ദേഹത്തെ പൊള്ളിച്ചു. അതുകൂടാതെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തയുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ 12 ശ്ലീഹന്മാരും കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആർക്കും ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല. ആയതിനാൽ ആ ഒരു ഭാഗം നമ്മളിപ്പോൾ എടുക്കുന്നുവോ ചിന്തിക്കുന്നുവോ പഠിക്കുന്നുമില്ല. മറിച്ച് മാർത്തോമാ ശ്ലീഹായെപ്പറ്റി എൻ്റെ മനസ്സിൽ കൂടി അദ്ദേഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കടന്നു പോകുന്നത്. ഒന്ന്, അദ്ദേഹം സാധാരണ നമ്മളെല്ലാം ചിന്തിക്കുന്നത് പോലെ സംശയാലുവായിരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ട്. രണ്ടാമത്, അദ്ദേഹം പറയുകയാണ് അവൻ്റെ വിലാപ്പുറത്ത് എനിക്ക് തൊടണം, അവൻ്റെ മുറിവുള്ള കൈകളിൽ എനിക്ക് സ്പർശിക്കണം, ഈ ഒരാഗ്രഹം. പിന്നെ മൂന്നാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരൊറ്റ ശ്ലീഹ മാത്രമാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. എപ്രകാരം? അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് കർത്താവിൻ്റെ ജീവിതയാത്രയിൽ, ഹിസ്റ്റോറിക്കൽ ലൈഫ് പീരീഡിൽ ഒരു ശിഷ്യനും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിതറിപ്പോയിട്ടുള്ളതേ ഉള്ളൂ, ഓടിപ്പോയിട്ടുള്ളതേ ഉള്ളൂ. എന്തിനേറെ പറയുന്നു, ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ പോലും ശമറിയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ നമുക്ക് രക്ഷപ്പെടാൻ ഇവരെ എല്ലാം അങ്ങ് താർത്തേക്കണം, ഇവരെ കൊന്നുകളഞ്ഞേക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് അവൻ യഹൂദിയയിലേക്ക് യാത്ര തിരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ എല്ലാവർക്കും ഭയമായി. യഹൂദിയയിൽ ചെന്നാൽ കർത്താവ് പിടിക്കപ്പെടും, കർത്താവിനെ കൊല്ലും. എല്ലാ ശിഷ്യന്മാരും പറഞ്ഞു, കർത്താവെ ഇപ്പോൾ പോകണോ? അപ്പോൾ മാർത്തോമാ ശ്ലീഹ മാത്രം പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് വന്നേ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം എന്ന ധൈര്യത്തോടുകൂടി ആദ്യമായി കർത്താവിന് വേണ്ടി മരണം എൻ്റെ മനസ്സിലുണ്ട്, ആ ചൂടടയാളം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഏക ശ്ലീഹ മാർത്തോമാ ശ്ലീഹയാണ്. കൂടാതെ ഈ നമ്മൾ പറയുന്നതും ഏറ്റുപറയുന്നതും പ്രഖ്യാപിക്കുന്നതുമായ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഏക ശ്ലീഹ മാർത്തോമാ ശ്ലീഹയാണ്. ആ പ്രഖ്യാപനം എന്താണ്? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ അവൻ ഉദ്ഘോഷിച്ച് ഏറ്റുപറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. നമ്മളിതിങ്ങനെ വായിച്ചു വിടുമ്പോൾ നമുക്കിതിനകത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി മനസ്സിലാവണമെന്നില്ല. എന്താണ് ഈ സംശയം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞാൽ സംശയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്
ഇത് മാർത്തോമാ ശ്ലീഹായ്ക്ക് എന്തോ ഒരു ന്യൂനതയുണ്ടായിരുന്നു, മറ്റ് ശ്ലീഹന്മാരെക്കാളിൽ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പക്ഷേ സംശയം എന്ന് പറയുന്നത് ആ രീതിയിലല്ല നമ്മളതിനെ കാണേണ്ടത്. മാർത്തോമാ ശ്ലീഹായ്ക്ക് കർത്താവിനെ കാണുവാനും അവനോടുകൂടി മരിക്കുവാനുമുള്ള ഒരു ഇൻറ്റൻസ് ഡിസയർ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ ഈ സംശയം വന്നത് കർത്താവിനെ കാണുവാനുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. വലിയൊരു ആഗ്രഹം, എനിക്ക് അവനെ കണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ പറയുന്നു നിങ്ങൾ കണ്ടുവെന്ന്, നിങ്ങൾ കണ്ടെങ്കിൽ എനിക്കും കാണണം. അതൊരു സംശയത്തെക്കാളിൽ കർത്തൃ സ്നേഹത്തിൻ്റെ ഒരു തീവ്രത കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു തോന്നൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്തൃ സ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ചെയ്ത ഒരു ശിഷ്യനായിരുന്നു മാർത്തോമാ ശ്ലീഹ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? കർത്തൃ സ്നേഹം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാം വിശ്വാസികളാണെന്ന് പറയുന്നു, ആധ്യാത്മികരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. നമ്മുടെ ആധ്യാത്മികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്തുവാണ്? ഞാൻ സ്പിരിച്വൽ ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത്, അതായത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിയിരുന്ന പലപ്പോഴും ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന നടത്തുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പള്ളിയിലെ എല്ലാ ഓഫീസ് കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നുണ്ട്, പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നുണ്ട്, മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികരാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ആധ്യാത്മികത അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആധ്യാത്മികത ശരിക്കും എവിടെയാണ് വരുന്നത്? ക്രിസ്തുവിനോടുള്ള സ്നേഹം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ്. അങ്ങോട്ട് സാധാരണ ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിന് നമ്മളോട് ഇങ്ങോട്ടുള്ളൊരു സ്നേഹത്തെ പറ്റിയാണ് നമുക്ക് കൂടുതലും താല്പര്യം വരിക. നമ്മൾ പല സാക്ഷ്യങ്ങളും വാമൊഴികളും ഒക്കെ കേട്ടിട്ടില്ലേ? ഞാൻ ഇന്ന കാര്യം പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സാധിച്ചു തന്നു, അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ ഏറ്റു പറയുമ്പോഴും ഹൗ ഫാർ യു ലവ് ജീസസ് ക്രൈസ്റ്റ്? ദാറ്റ്സ് എ മെയിൻ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്രിസ്തുവിനോട് അങ്ങോട്ടുള്ള സ്നേഹം എങ്ങനെയാണ്? ആ അങ്ങോട്ടുള്ള സ്നേഹമുള്ളവന് മാത്രമേ ശിഷ്യൻ എന്നുള്ള പദവി അവകാശപ്പെടുവാൻ സാധ്യമാകത്തുള്ളൂ. ഇവരെല്ലാം ശിഷ്യന്മാരായിരുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിനോട് അങ്ങോട്ട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നത്. ഇല്ലെങ്കിൽ പറ്റുമോ? അതില്ലാതെ പോയൊരു ശിഷ്യനായിപ്പോയി യൂദാസ് ശ്ലീഹ. മരിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ, ജീവൻ വെടിയുവാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ഈ ലോകത്തിൽ ജീവിക്കുവാനായിരുന്നു താല്പര്യം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ക്രമീകരണങ്ങൾക്കായിട്ടാണ് ഈ ആധ്യാത്മികത കൊണ്ടുപോകുന്നതെങ്കിൽ അതിൽ ക്രിസ്തു സ്നേഹം എന്ന് പറയുന്ന സംഗതി കാണുവാൻ സാധ്യത കുറവാണ്. ക്രിസ്തുവിന് ഇങ്ങോട്ട് എന്തായാലും സ്നേഹമുണ്ട്, എല്ലാ മക്കളോടും ക്രിസ്തുവിന് സ്നേഹമുണ്ട്. കാരണം അവൻ അപ്പനല്ലോ. മാലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവൻ അപ്പനാണ്, അതേസമയം അവൻ മഹാരാജാവുമാണ്. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് വന്നിരുന്ന് സ്വർഗസ്വനായ ഞങ്ങളെ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ സ്നേഹമുള്ളവൻ മനസ്സിൽ എൻ്റെ അപ്പ, സ്വർഗത്തിലുള്ള എൻ്റെ അപ്പ എന്ന് തന്നെ നമുക്ക് തോന്നും. അത് സ്നേഹത്തിൻ്റെ പുറത്താണ്. അങ്ങനെ സ്നേഹിക്കുന്നവന് മാത്രമേ പരിജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ എന്ന് ഫിലിപ്പിയർ 1:9 പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചിട്ട് നിങ്ങൾ പരിജ്ഞാനത്തിൽ നിറഞ്ഞ് ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നാണ്. എനിക്ക് നിങ്ങളെക്കൊണ്ട് വേദപുസ്തകം എടുത്ത് വായിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരാൾ പോലും കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ സങ്കടം ഞാൻ അറിയിക്കുന്നു. പക്ഷേ വചനം കേൾക്കാൻ വരുമ്പോൾ വചനം കയ്യിൽ കാണണം. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. ദൈവവചനം നമ്മൾ ഏന്തി വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആത്മസന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും ദൈവം അതിൽ പ്രസാദിക്കുകയും ചെയ്യും.
ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ വചനത്തിൽ ഇവിടെ ഞാൻ നിറച്ചേനെ, പക്ഷേ എനിക്കതിനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. ഏതായാലും പോകട്ടെ. അപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് ദൈവമക്കളെ നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് വളരെ കുറച്ച് ആയുസ് മാത്രമേ ഈ ലോകത്തിലുള്ളൂ, വളരെ കുറച്ച് ആയുസ്. നമ്മൾ ഈ ആയുസ്സിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ആശ്രയിച്ചാൽ അതൊരു ആധ്യാത്മിക ജീവിതം ആണെന്ന് അവകാശപ്പെടാൻ നമുക്കാർക്കും അവകാശമില്ല. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ, ബാക്കി പറയാമോ? നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. അപ്പോൾ ഈ ആയുസ്സിൽ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്നുണ്ടെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്നോടും കൂടെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേദനയോ പ്രയാസമോ തോന്നരുത്. നമുക്കത് ആ തലത്തിൽ നിന്നൊക്കെ ഉയർന്ന തലത്തിലേക്ക് വരണം. ഓരോ ദിവസവും നമ്മൾ വളർന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഇന്നത്തെ ആളായിരിക്കരുത് നാളെ. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇന്നത്തെ ആളായിരിക്കരുത്. നിങ്ങളെ ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും മാറ്റം സംഭവിക്കണം. നിങ്ങൾ പുതുക്കി രൂപാന്തരപ്പെടണം. റോമർ 12:1. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അയൽവക്കത്തുള്ള നിങ്ങളോട് പിണക്കത്തിലുള്ള ഒരാളെ ഇന്നലെ നിങ്ങൾ കണ്ട പോലെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് കൊണ്ടാടിയതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ പറഞ്ഞേ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ക്രിസ്മസൊക്കെ കൊണ്ടാടി വിശുദ്ധ കുർബാനയും കൊണ്ട് വീട്ടിൽ ചെന്നു. ഇന്നലത്തെ പോലെ തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയോട് ഇടപെടുന്നതെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിക്കോട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പുതുക്കപ്പെട്ട് രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസിൽ കുർബാന ചൊല്ലിയിട്ടും കുർബാന പങ്കുകൊണ്ടിട്ടും അനുഭവിച്ചിട്ടും എന്താണ് കാര്യം? അപ്പോൾ ഇന്നലത്തെ വ്യക്തി ആയിരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആയുസ് വളരെ ചുരുക്കമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദാഹിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ കൃപയാൽ തരുന്നതാണ് ക്രിസ്തു സ്നേഹം. ക്രിസ്തു സ്നേഹം നമ്മൾ വിചാരിച്ചാൽ വരുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നതാണ്. നമ്മളൊന്ന് ആഗ്രഹിക്കണം. പക്ഷേ കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കുവാൻ അങ്ങോട്ട്, അതായത് സദാസമയം കർത്താവ്, എൻ്റെ കർത്താവ്. ഈ മർത്തോമാശ്ലീഹയുടെ ഒരു പ്രഖ്യാപനത്തിൽ അതുണ്ട്. എന്താണ്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആ എൻ്റെ എന്നുള്ള വിളിക്കാത്ത വലിയൊരു ഇൻറ്റൻസ് ലവ് കിടപ്പുണ്ട്. ലവ്, സ്നേഹം. എൻ്റെ കർത്താവ്. നമ്മുടേതെല്ലാം എൻ്റേതാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയോട് ഭയങ്കരമായ ഇഷ്ടം വരുമ്പോഴാണ്. എൻ്റെ ഭാര്യ, എൻ്റെ പ്രണയിനി, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ. എൻ്റെ അമ്മയാണ് എൻ്റെ കർത്താവ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള 2-3 വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഈ മർത്തോമാശ്ലീഹ. മറ്റൊരു വ്യക്തിയാണ് പൗലോസ്ലീഹ. വേറൊരു വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയം. ഖബറിലേക്ക് ഓടി വെളുപ്പിനെ, ആരും പുറത്തിറങ്ങാത്ത, പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങാത്ത സമയത്ത് ഇവൾ കർത്താവിനോടുള്ള ഇഷ്ടം മൂത്ത് ഖബറിലേക്ക് ഓടി. 3-ാം ദിവസം വെളുപ്പിനെ, ഞായറാഴ്ച വെളുപ്പിനെ ഖബറിലേക്ക് ഓടിയപ്പോൾ അവിടെ ഇതാ ഗുഹ തുറന്നിരിക്കുന്നു. കാവൽക്കാരൻ ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ സ്ത്രീ അയാളോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇന്നലെ ക്രൂശിച്ച ഒരു ആളുണ്ടായിരുന്നല്ലോ, യേശു ക്രിസ്തു, അങ്ങനെ മറ്റുള്ളൊരു പേരുള്ള ഒരാൾ, അയാളെ എന്തി കാണുന്നില്ലല്ലോ, അങ്ങനെയാണോ ചോദിച്ചത്? അങ്ങനെയല്ല ചോദിച്ചത്. പിന്നെ എങ്ങനെയാണ് ചോദിച്ചത്? നിങ്ങളത് വായിക്കുമ്പോൾ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ ഇൻറ്റൻസിറ്റി ബോധ്യപ്പെടുത്തി തരട്ടെ. എന്താണ് ചോദിച്ചത്? പറയാമോ?
എന്താണ് അവൾ ചോദിച്ചത്? എൻ്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ട് പോയി? എൻ്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ട് പോയി? ഈ ഒരു എൻ്റെ കർത്താവെന്നുള്ള ഒരു ഫീൽ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആധ്യാത്മികതയിൽ തിരിച്ചുവിടുന്നത്. നമ്മുടെ ആധ്യാത്മികത ലൗകിക ശ്രദ്ധയിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയാണ്. അപ്പോൾ ഇവിടെ മർത്തോമാശ്ലീഹയുടെ ജീവിത ചരിത്രത്തിൽ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഏത് കാര്യമാണെന്നറിയാമോ? അതായത് മർത്തോമാശ്ലീഹ ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് അവനെ കാണണം, അവൻ്റെ വിലാപ്പുറത്ത് തൊടണം, അവൻ്റെ ആണിപ്പാടുകൾ സ്പർശിക്കണം. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലല്ലേ? 20-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 24-ാം വാക്യം തൊട്ട് ഞാനത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടുന്ന് 2 കാര്യങ്ങൾ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുവാനുണ്ട്. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദീദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. ദീദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇരട്ട എന്നാണ് അർത്ഥം. പല വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റ് ചില ആധ്യാത്മിക വ്യാഖ്യാനങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചെറുതായി വായിച്ചപ്പോൾ അങ്ങനെ ഒരു പഠനവും കൂടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമാശ്ലീഹയുടെ 2 വിരലുകൾ ചേർന്നിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വിലാപ്പുറത്ത് തൊട്ടപ്പോൾ ഈ വിരലുകൾ സൗഖ്യമായി എന്നൊരു പാരമ്പര്യം വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് പുരോഹിതൻ്റെ കൈ മുത്തുന്നത്? ശരിക്കും കൈയാണ് മുത്തേണ്ടത്, കുരിശല്ല. പിന്നെ ഇത് പിന്നീട് വന്ന ഒരു പാരമ്പര്യമാണ് കുരിശ് മുത്തൽ എന്നുള്ള പരിപാടി. കൈയാണ് മുത്തേണ്ടത്. എന്തുകൊണ്ടാണ് പറയാമോ? എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലിക്കഴിഞ്ഞ് വരുന്ന ഒരു പുരോഹിതൻ്റെ കൈമുത്തേണ്ടത്? ആദിമസഭയിൽ കൈമുത്തൽ എന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിലെ പോകുവീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോകലായിരുന്നു പതിവ്. പക്ഷെ പിന്നീട് ഒരു ത്രോണസിൻ്റെ അടുക്കിലേക്ക് വന്ന് കൈമുത്തി പോകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൈമുത്തിനൊരു പ്രത്യേക ഗീതമില്ലാത്തത്. ആദിമസഭയിൽ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നീട് അത് ഉണ്ടായി വന്നതാണ്. പക്ഷെ നല്ല കാര്യമാണ്. വന്നവർക്കെല്ലാം ത്രോണോസിൻ്റെ ബലിപീഠത്തിൻ്റെ അടുക്കിലേക്കൊന്ന് വന്ന് വണങ്ങി, എത്രയും അടുത്ത് വന്ന് തിരുശരീര രക്തങ്ങളുടെ അടുത്തോട്ട് വന്ന്, അല്ലെങ്കിൽ ബലി അർപ്പിക്കപ്പെട്ട ആ ബലിപീഠത്തിൻ്റെ അടുക്കിലേക്കൊന്ന് വന്ന് ആ ശക്തി ഒന്ന് സംഭരിച്ച് സ്വീകരിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഗ്രഹമാണ്. അപ്പോൾ ആ സമയത്ത് കൈമുത്തൽ എന്നൊരു ക്രമീകരണം ഉണ്ടായി. കൈയാണ് മുത്തേണ്ടത്. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് കൈമുത്തുന്നത്, എന്തിനാണ് കൈമുത്തുന്നത് എന്നുള്ളതാണ്. ആർക്കെങ്കിലും അറിയാമോ? എന്താണ്? അത് തന്നെ, തിരുശരീരത്തെ തൊട്ട കൈ. ആ പാരമ്പര്യം എങ്ങനെ വന്നു എന്നുള്ളത് തോമാശ്ലീഹയിൽ നിന്നാണ്. അതായത് ഇപ്രകാരമാണ് പറയുന്നത്: തോമാശ്ലീഹ കർത്താവിൻ്റെ വിലാപ്പുറത്ത് തൊട്ടപ്പോൾ അവൻ്റെ കൈ ഇരട്ട വിരലുകൾ ചേർന്നിരുന്നത് സൗഖ്യമായെന്നും, അതുകൊണ്ടാണ് തോമാശ്ലീഹയെ ദിദിമോസ് എന്ന് വിളിച്ചിരുന്നത്. ഈ 2 വിരലുകൾ ചേർന്നിരിക്കുകയായിരുന്നു. അത് സൗഖ്യമായെന്നും, അത് സൗഖ്യമായപ്പോൾ മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടി വന്ന് തോമാശ്ലീഹയുടെ കൈമുത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം കർത്താവിൻ്റെ ശരീരത്ത് അനുവാദമില്ലാതെ തൊടുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയാം ഓടി വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവിടെ നിൽക്കാൻ പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ ശരീരത്തിൻ്റെ പവർ എന്ന് പറയുന്നത് മനുഷ്യന് താങ്ങാൻ പറ്റുന്നതല്ലത്. അത് വേറൊരു ബോഡിയാണ്, ട്രാൻസ്ഫോംഡ് ബോഡി എന്ന് പറയും. മഹത്വീകരിക്കപ്പെട്ട ശരീരം. അത് മുമ്പുണ്ടായിരുന്ന ഒരു ശരീരം പോലെയല്ല. അത് സാധാരണ ഒരു വ്യക്തിക്ക് അത് തൊട്ടാൽ താങ്ങാൻ പറ്റുന്നതായിരിക്കണമെന്നില്ല. നല്ല പവറിൽ നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് അനുവദിക്കുമ്പോൾ അത് തൊടാം, അനുവദിക്കുമ്പോൾ തൊടാം. മർത്തോമാശ്ലീഹയോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, എന്നെ തൊട എന്ന് പറഞ്ഞപ്പോഴാണ് മർത്തോമാശ്ലീഹ അവൻ തൊട്ടത്. മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞു, തൊടരുത്, ഇപ്പം തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, പിന്നീട് നിനക്ക് തൊടാൻ അനുവാദമുള്ളപ്പോൾ ഞാൻ അനുവദിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മർത്തോമാശ്ലീഹ ഇങ്ങനെ വന്ന് തൊട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് തീർച്ചയായിട്ടും കൊതിയുണ്ടാവും. കാരണം ഇതിപ്പം ഇത്ര സംശയമായിട്ടിരുന്ന ഒരാൾ, എല്ലാവരും അവനെ കളിയാക്കിയിരുന്ന ഒരാൾ,
രണ്ടാമത് കർത്താവ് ആ അടച്ചിരുന്ന മുറിയിൽ, കടച്ചിരുന്ന മുറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മർത്തോമായോട് പറഞ്ഞു, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാ, ഇതാ എൻ്റെ വിലാവ്, എൻ്റെ കൈപ്പാടുകൾ നീ കാണ്, നീ ഒന്ന് തൊട്ട് നോക്കിയോ, നിനക്ക് തൊടാനില്ലയോ കൊതി? അതാണ് കൊതി. ഇതാണ് മർത്തോമാസ്ലിഹയുടെ കൊതി. ഈ കൊതി ഏദൻ തോട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ പോവാം. ഈ കൊതി മർത്തോമാസ്ലിഹയ്ക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹം, തൊടുവാൻ ആഗ്രഹം. ഏദൻ തോട്ടത്തിലും ഇതുപോലൊരാഗ്രഹം ഉണ്ടായി. എന്താണെന്നറിയാമോ? കൺമോഹം, ജഡമോഹം. കണ്ടപ്പോൾ കൊതി, തൊടുവാനൊരു കൊതി. ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. ഹവ്വ അതിനെ നോക്കി കണ്ടു, അതിനെ തൊടുവാൻ ആഗ്രഹിച്ചു എന്ന് വേദോത്സവത്തിൽ നേരിട്ടെഴുതിയിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ശരിക്കും ഹവ്വ അതിനെ തൊടുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വചനാടിസ്ഥാനം എവിടെയാണെന്നറിയാമോ? പിശാച് വന്നിട്ട് ഹവ്വയോട് പറയുന്നുണ്ട്, ദൈവം എന്താണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പഴം കഴിക്കരുതെന്ന് വാസ്തവമായി നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ശരിക്കും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വെളിച്ചം വരുന്ന ഒരു കാര്യമാണിത്. ശരിക്കും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വയുടെ മറുപടി, ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നിന്ന് ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ഹവ്വ എന്താണ് പറഞ്ഞത്? ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും അരുത്, തൊടുകയും അരുത്. തൊടുകയും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവൾക്ക് ഭക്ഷിക്കുവാനും അതിൽ സ്പർശിക്കുവാനും ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മർത്തോമാസ്ലിഹ ഇവിടെ കർത്താവിനെ സ്പർശിക്കുകയാണ്. ആ സ്പർശിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഫലമായി കർത്താവിൻ്റെ ശരീരം തന്നെ അവൻ എല്ലാവർക്കും വിഭാഗിച്ചു കൊടുക്കുവാണ്. ഇനി നിങ്ങളിത് ഭക്ഷിച്ചുള്ളൂ. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട ആ കനിയായിട്ട് നിന്നവൻ ഇവനാണ്, യേശുക്രിസ്തുവാണ്, ജീവൻ്റെ വൃക്ഷം. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെയും ഓടിച്ചു വിട്ടപ്പോൾ ജീവവൃക്ഷത്തെ കാക്കുവാൻ വേണ്ടി, കാരണം അതിൽ നിന്ന് ഇവൻ ഇനിയും ഭക്ഷിക്കരുത്, അതിനി കർത്താവ് വന്ന് അവൻ്റെ ശരീരം കൊടുക്കണം. അതിനായിട്ട് അവൻ വന്ന് തൻ്റെ ശരീരം കൊടുക്കുന്നത് വരെ ജീവവൃക്ഷത്തെ കാക്കുവാൻ വേണ്ടി കറങ്ങുന്ന അഗ്നി ഗോളങ്ങളുള്ള വാളുകളാൽ കെറൂബുകളെ ഏദൻ തോട്ടത്തിൽ നിർത്തി ആദാമിനും ഹവ്വായ്ക്കും അത് തടസ്സപ്പെടുത്തിയപ്പോൾ മർത്തോമാസ്ലിഹ അതിൽ തൊട്ടിട്ട് ജീവൻ്റെ വൃക്ഷം ഭക്ഷിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം സർവ്വസൃഷ്ടിക്കും വേണ്ടി അവൻ നേടിയെടുക്കുകയാണ്. നമ്മളിവിടെ ഒരു കാര്യം കൃത്യമായിട്ടിത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ലോകത്തിൻ്റെ പുറകെയുള്ള ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ മോഹങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്താൽ ക്രിസ്തു സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമാകില്ല. ലോകത്തെ നോക്കുകയും ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ആധ്യാത്മികതയെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനോട് സ്നേഹം വരത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കണമേ എന്നേ തോന്നത്തുള്ളൂ. എന്നാൽ മർത്തോമാസ്ലിഹയെ പോലെ എനിക്ക് അവനെ കണ്ടേ പറ്റൂ, എനിക്ക് അവനെ തൊട്ടേ പറ്റൂ. ദേവാലയത്തിൽ നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ എനിക്ക് കർത്താവിനെ കണ്ടേ പറ്റൂ, അവനെ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടോ? അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ കൂസോയെ എടുത്തിട്ട് ഭക്ഷിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ ഒതുക്കരുത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ഉള്ളിലാകുക എന്ന് പറഞ്ഞാൽ കർത്തൃ സ്നേഹം വർദ്ധിച്ചിട്ട് അവനെ പൂർണ്ണമായും ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അത് ഏറ്റെടുക്കുക എന്നാണ്. ഇതിനൊരു പരിശുദ്ധൻ കൊടുക്കുന്ന വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കിൻ്റെ പേര് ഡിവൈൻ ഇറോസ് എന്നാണ്. എൻ്റെ കയ്യിൽ ആ പുസ്തകം ഇരിപ്പുണ്ട്. ഞാനിത് എത്ര വായിച്ചാലും മടുക്കാത്ത ഒരു പുസ്തകമാണ്. ഞാനങ്ങനെ അധികം പുസ്തകം വായിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഒരു തിയോളജിക്കൽ ടെസ്റ്റുകളും വായിക്കാറില്ല. ഞാൻ ആകെ വായിക്കുന്നത് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ മാത്രമാണ്. ഈ പരിശുദ്ധൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല,
പൊർഫീരിയോസ് എന്നാണ്. പൊർഫീരിയോസ് ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡിവൈൻ ഇറോസ്. ഞാൻ ഒരു 3-4 സെൻറ്റൻസ് മാത്രം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്റ്റ് ഈസ് ദ സമ്മിറ്റ് ഓഫ് ഡിസയർ, ദർ ഈസ് നത്തിങ് ഹയർ. ക്രിസ്തുവാണ് ആഗ്രഹങ്ങളുടെ അങ്ങേയറ്റം, അതിനപ്പുറത്തോട്ടൊന്നും നിങ്ങൾക്ക് ആഗ്രഹിക്കാനില്ല. ഓൾ സെൻസിബിൾ തിങ്സ് ലീഡ് ടു സേഷ്യേറ്റി, ബട്ട് വിത്ത് ഗോഡ് ദർ ഈസ് നോ സേഷ്യേഷൻ. അതായത് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഒരു തൃപ്തി അത് തരും. സേഷ്യേറ്റി എന്ന് പറഞ്ഞാൽ ലൗകിക തൃപ്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ലൗകിക തൃപ്തിക്ക് ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇൻ ഗാഡ് ഓർ ഇൻ ക്രൈസ്റ്റ് ദർ ഈസ് നോ സേഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഇതിനപ്പുറത്തൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് ലോകം തരുന്നത് പോലെ അല്ല. കർത്താവിന് തരുന്ന സമാധാനം അങ്ങനെയുള്ളതല്ല. അത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ ഇവിടെയുള്ള ആർക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനോ ഒന്നും പറ്റത്തില്ല. അത് നിങ്ങൾ നേരിട്ട് കർത്താവിൽ നിന്ന് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കണം. മാർത്തയോട് കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും. ഇപ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ നീ ഇങ്ങനെ ഓടി നടക്കാതെ, ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കാതെ, എല്ലാവരും ലോകത്തിൻ്റെ പുറകെയാണ്, സർവ്വജനവും ലോകത്തിൻ്റെ പുറകെയാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. എന്നിട്ട് ഓരോ പ്രാരാബ്ധത്തിൽ ചെന്ന് വീണിട്ട് അതിൻ്റെ പുറകെ പ്രാരാബ്ധങ്ങളുടെ പ്രാരാബ്ധമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവാലയത്തിൽ വരുന്നതും കർത്താവിനോട് നിലവിളിക്കുന്നതും. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. കർത്താവ് പറയുന്നു, എന്തുടുക്കും, എന്ത് തിന്നും, എന്തുടുക്കും എന്ന് ജീവനായിക്കൊണ്ടും ശരീരത്തിനായിട്ടും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ പിതാവ് അവയെ പുലർത്തുന്നു. വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാണ്? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാണ്? വയലിലെ താമരയെ നോക്കുവീൻ, അവ അധ്വാനിക്കുന്നുമില്ല, നൂൽക്കുന്നുമില്ല, എങ്കിലും ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളം പോലും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എനിക്ക് അതിൻ്റെ അടുത്ത വചനം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ? ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെയാണ് ചമയിക്കുന്നതെങ്കിൽ, ബാക്കി പറയത്തില്ല? പറയാമോ? നമ്മുടെ പ്രശ്നം ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ വചനത്തിലോട്ടൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ അതിലോട്ട് പോകുന്നില്ല, എൻ്റെ സബ്ജക്റ്റ് അങ്ങ് വേറെ പോകും. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ വെറും പുല്ലിനെ ഇങ്ങനെയാണ് ദൈവം കരുതുന്നതെങ്കിൽ, ചമയിക്കുന്നതെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അങ്ങനെ ദൈവം കരുതും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് നടന്ന ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ആശ്രമത്തിൽ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റോമൻസ് പഠിപ്പിച്ച് കഴിഞ്ഞു. റോമൻസ് പഠിപ്പിക്കുവാനായിട്ട് ധ്യാനം പോലെയാണ്, അല്ലാതെ ഈ തിയോളജിക്കൽ സംഗതി പുസ്തകങ്ങൾ വെച്ച് പഠിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. പ്രാർത്ഥിച്ചിരുന്ന് അത് പറഞ്ഞു കൊടുക്കുകയാണ്. റോമൻസ് പഠിപ്പിച്ച് തീരാൻ ഏകദേശം 2 കൊല്ലം എടുത്തു. 2 കൊല്ലം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങിയിട്ട് 2 കൊല്ലമായി 10 അധ്യായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കുകയാണല്ലോ, അതിനു വേണ്ടിയാണ്. ഞാൻ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് അങ്ങ് ഇരുന്നോളുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ഇങ്ങനെ വായിക്കും തോറും ഇതിനകത്ത് ഭയങ്കര ദൈവസ്നേഹം കിടപ്പുണ്ട്. അത് നമുക്കിങ്ങനെ ഉള്ളിൽ അനുഭവപ്പെടും, നിറഞ്ഞ് കർത്തൃസ്നേഹം. ഇതിനകത്ത് ഈ പരിശുദ്ധൻ പറയുന്ന പോലെ താഴോട്ട് അതും കൂടെ വായിച്ചിട്ട് ഞാൻ ആ കാര്യം പറയാം. ഹീ ഈസ് എവറിഥിങ്, ഗാഡ് ഈസ് എ സമ്മിറ്റ് ഓഫ് ഡിസയർ, നോ അതർ ജോയ്, നോ അതർ ബ്യൂട്ടി, നത്തിങ് എൽസ് ക്യാൻ റൈവൽ ഹിം. വാട്ട് ഈസ് ഹയർ ദാൻ ദ ഹയസ്റ്റ്? ഹയസ്റ്റിനേക്കാൾ ഹയറായിട്ടുള്ളത് എന്തുണ്ട്? അതുകൊണ്ട് പറയുകയാണ്, ലവ് ഫോർ ക്രൈസ്റ്റ് ഈസ് സംതിങ് എൽസ്. ഇറ്റ്സ് വിത്തൗട്ട് എൻഡ്
without satiety. It gives life, it gives strength, it gives health, it gives and it gives. അത് അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇങ്ങോട്ട് നിറഞ്ഞു വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ മറ്റേ കാര്യം പറയാം. അതായത് ഞാനിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് യോഹന്നാൻ ഇത്രയും ജ്ഞാനം എവിടുന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്, ഈ ജ്ഞാനം കിട്ടിയത് യോഹന്നാന് മാത്രം ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കണം. എന്തോ ഒരു രസം എന്നുള്ളതല്ല, അതൊരു നമുക്ക് വല്ലാത്തൊരു ആത്മീയ സന്തോഷം കിട്ടും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ അവിടെ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് കൈക്കൊള്ളും. ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് അവിടെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് തോമസ് പറയുന്നത്? കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അപ്പോൾ ഈശോമ്പുരാൻ, എനിക്കത് വായിക്കുമ്പോൾ കോരിത്തിരിക്കും. എന്താണെന്നറിയാമോ കർത്താവ് പറഞ്ഞത്? തോമസേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനാണ് ആ വഴി, വേറൊരു വഴിയില്ല എന്നർത്ഥം. ഒരു വഴിയില്ല. ദർ ഈസ് നോ അതർ വേ ടു റീച്ച് ഹെവൻ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ കർത്താവല്ലാതെ ഒരു വഴിയുമില്ല, ഒരു മനുഷ്യനും വേറൊരു വഴിയില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് പലരും യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയത്. യേശുക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? എല്ലാ മതക്കാർക്കും ഇഷ്ടമാണ്, എല്ലാ മതസ്ഥർക്കും ഇഷ്ടമാണ്. ആരോട് ചോദിച്ചാലും ആർക്കാണ് യേശുക്രിസ്തുവിനെ ഇഷ്ടമല്ലാത്തത്? അച്ഛാ, ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പോയി ഞാനേ ഉള്ളൂ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. എങ്ങനെ? ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ അതർ വേ എന്നർത്ഥം. ദ ഡെഫിനിറ്റീവ് ആർട്ടിക്കിൾ ഈസ് യൂസ് ദർ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ മീൻസ് ദർ ഈസ് നോ അതർ. അവിടെ പോയി. അപ്പോൾ അത് പോകാത്തത് ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവാണ് ഏക സത്യദൈവം, അല്ലെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ രണ്ടാമനായ ക്രിസ്തു ദൈവവും മനുഷ്യനുമാകുന്ന സത്യദൈവമാകുന്നു എന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം, ഞാനിതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. ഇതിത്രയും ഒരു തീവ്രമായ ദൈവസ്നേഹം യോഹന്നാൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, അത് മാറിൽ ചാരിയിരുന്നപ്പോൾ വന്നതാണ്. ബാക്കിയുള്ള ശിഷ്യന്മാരൊന്നും ഇത്ര ഡീപ്പായിട്ട് എഴുതിയിട്ടില്ല. മത്തായി സ്ലീഹായോ, ലൂക്കോസ് എവൻഗലിസ്തായോ, മർക്കോസ് എവൻഗലിസ്തായോ, പത്രോസ് സ്ലീഹായോ, യാക്കോബ് സ്ലീഹായോ, പൗലോസ് സ്ലീഹ വളരെ ഡീപ്പായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഈ ദൈവസ്നേഹത്തിൻ്റെ ഡെപ്ത് പൗലോസ് സ്ലീഹ ഒരുപാടടുത്ത് അത് പ്രഖ്യാപിക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും ഒരു ദൈവസ്നേഹം ഇങ്ങനെ ഒഴുകിയിറക്കുന്നത് യോഹന്നാൻ മാത്രമാണ്. അത് മാറിൽ ചാരിയിരുന്നപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു വന്നതാണ്. ആ ട്രാൻസ്ഫർഷിപ്പിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിക്കുവാനും അറിയാനുണ്ട്. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഞാനിതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് പത്മോസ് ദ്വീപ് ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവമക്കളെ ഭാരപ്പെടരുത്. കർത്താവുണ്ട്, എല്ലാത്തിനും കർത്താവുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ അവനെ സ്നേഹിക്കണം. ആഹാരത്തിനേക്കാളൊക്കെ ജീവനും ആഹാരത്തിനേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അല്ലേ എന്ന് പറയാണ്. അപ്പോൾ ഈ പുല്ലിനെയൊക്കെ ദൈവം ഇങ്ങനെയാണ് ചമയിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ എത്രയധികം ചമയിക്കും. പക്ഷേ നമ്മളെ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇല്ല. കുർബാനയൊക്കെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു വിശ്വാസമില്ല. നമ്മളിതെല്ലാം അനുഭവിച്ചിട്ട് പിന്നെയും നമ്മൾ ആകുലരായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും
നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്ര വേണ്ടത്. ഈ വചനമെല്ലാം നിങ്ങളെ കൊണ്ടെടുത്ത് വായിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വാളില്ല, യുദ്ധത്തിന് വന്നേക്കുവാണ്, വാളില്ല. അങ്ങനെ ചെയ്യരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ, അപേക്ഷകളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്രയേ വേണ്ടത്. അപ്പോൾ ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി പത്മോസ് ദ്വീപിലൊന്ന് പോകണം. ചുമ്മാ ഒരാഗ്രഹം. പക്ഷേ എനിക്കറിയാം എനിക്കതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഒന്നാതെ അത് അങ്ങോട്ട് പോകാനുള്ള ഒരു റൂട്ട് മാപ്പും എൻ്റെ കയ്യിലില്ല. അതിനുള്ള സാധ്യത ഒരുക്കുന്ന ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല. കുറേ നാളായിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക, ഈ പത്മോസ് ദ്വീപ് എവിടെയാണ്? ആഗ്രഹം ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കി. കഴിഞ്ഞ ആഴ്ച എൻ്റെ ആശ്രമത്തിൽ എന്നെ കാണുവാൻ എന്നെ പലപ്പോഴുമൊക്കെ കേൾക്കുന്ന 2 കത്തോലിക്ക ദമ്പതികളുണ്ട്. അവരെന്നെ പലപ്പോഴുമൊക്കെ എന്നെ വന്ന് കാണും. അവരിങ്ങനെ ഈ വിശുദ്ധന്മാരുടെ കല്ലറകളൊക്കെ സന്ദർശിക്കുകയും ധ്യാനത്തിൽ എപ്പോഴും കഴിയുകയും ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അവർ വന്നു, സംസാരിച്ചു. അവർ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു ഡബ്ബയ്ക്കകത്ത് ഈ ചെപ്പില്ലേ, ചെറിയ ചെപ്പ്, അതിനകത്ത് വെച്ചു എനിക്കൊരു സാധനം തന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു ചെറിയ കല്ലാണ്, ഒരു പാറക്കല്ല്, മറ്റൊന്നുമല്ല. പക്ഷെ ഇവർ പോയത് പത്മോസ് ദ്വീപിലാണ്. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തിരുന്നാണ് യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായത്. അപ്പോൾ കൊടുങ്കാറ്റോ ഭൂകമ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ ഗുഹയുടെ പാറക്കല്ലുകൾ അടർന്ന് താഴേക്ക് വീഴും. അതവിടെ ഒരു ചെറിയ ആശ്രമമുണ്ട്, അവരതെടുത്ത് വയ്ക്കും. ഇങ്ങനെ വിസിറ്റേഴ്സൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ, അതിപ്പോഴും വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്, മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്ത സ്ഥലമാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആ കല്ല് താഴേക്ക് വീണു. അവരത് വാങ്ങിച്ചു, ഒരെണ്ണം എനിക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് നിസ്സാരപ്പെട്ട കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പത്മോസ് ദ്വീപിലേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോൾ പത്മോസ് ദ്വീപിനെ ദൈവം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ആട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ചെറിയ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും കർത്താവ് നിവർത്തിച്ചു തരും. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തു സ്നേഹം ഉള്ളിലുണ്ടാവണം. ക്രിസ്തു സ്നേഹം ഉള്ളിലുണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ കൺമോഹവും ലോകത്തിൻ്റെ ജഡമോഹത്തെയും നമുക്ക് അകറ്റി നിർത്തുവാൻ പറ്റും. നമ്മൾ ഏതിനെ തൊടുന്നുവോ അവിടെ നിന്നൊരു ട്രാൻസ്ഫർ ഓഫ് എനർജി ഉണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏതിനെ തൊടുന്നുവോ, ഏത് സാഹചര്യത്തിൽ ചെന്ന് നിൽക്കുന്നുവോ, തൊടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പർശനം മാത്രമല്ല. നിങ്ങളൊരു കലഹത്തിൻ്റെ സാഹചര്യത്തിൽ പോയി നിന്നാൽ കലഹത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈലെടുത്ത് റീൽസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ അതിനകത്ത് പല ലോകപരമായ കാര്യങ്ങളുണ്ട്. ആ സാധനം നമ്മളുടെ ബ്രെയിൻ സെൽസിലേക്ക് ആദ്യം ഫീഡ് ചെയ്യും. അതുകൊണ്ടാണ് രാവിലെ ആദ്യം എണീക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കണം, മുട്ടുകുത്തണം. പെട്ടെന്നൊന്ന് ഫ്രഷായിട്ട് റിഫ്രഷ് ചെയ്തിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കണം. കർത്താവിന് എന്തിഷ്ടമാവും, നമുക്ക് ആ എനർജി മുഴുവൻ ഫീഡ് ചെയ്ത് വെക്കണം. രാവിലെ അത് കയറ്റണം, വൈകിട്ട് ഇറക്കിയും വയ്ക്കണം. ഇത് നിങ്ങളുടെ ഡെയിലി റൊട്ടീനാണ്. അങ്ങനെ ക്രിസ്തു സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇതൊരു ചടങ്ങ് പോലായി പോവും. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ അടുത്ത് പോയിരിക്കാനല്ല എനിക്ക് ഏറ്റവും താല്പര്യം. പ്രണയിനികൾക്ക് പരസ്പരം അടുത്തിരിക്കുവാനുള്ള താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ്? പ്രണയിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിലുള്ള എൻസൈം അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഡോപ്പോമിൻ എൻസൈം അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്പിരിച്വൽ ഡോപ്പോമിൻ നമ്മുടെ ആത്മാവിൽ കിടപ്പുണ്ട്, അതിനെ ഉത്തേജിപ്പിക്കണം. സ്പിരിച്വൽ ഡോപ്പോമിൻ. അല്ലാതെ ഈ ജഡത്തിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കുവാനുള്ള സാധ്യതകൾ മാത്രം നമ്മൾ ആ സാഹചര്യത്തിൽ ചെന്ന് പെട്ടാൽ
ട്രാൻസ്ഫർ ഓഫ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഹവ്വായി ആദാം ചെന്ന് ആ കനി ഭക്ഷിച്ചപ്പോൾ, അത് ആഗ്രഹിച്ചപ്പോൾ തന്നെ ആ എനർജി കയറിക്കഴിഞ്ഞു. ഈ പാപത്തെപ്പറ്റി ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞുതരാം. പാപം ചെയ്യുമ്പോഴല്ല അത് പാപമാകുന്നത് പുതിയ നിയമത്തിൽ. അത് പഴയ നിയമത്തിലാണ് അങ്ങനെ. കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കൊല ചെയ്താൽ പാപമാകും. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രമാണം കുറച്ചും കൂടെ ടഫാണ്. പഴയ നിയമത്തിനേക്കാളിൽ ടഫാണ് പുതിയ നിയമം. പക്ഷേ ടഫാണെങ്കിലും ഇത് ടഫായിട്ട് തോന്നാതിരിക്കത്തക്കോണം ഒരാളെ കർത്താവ് സഹായത്തിന് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ആ ആളുടെ പേരാണ്, പറയാമോ? ആ ആളുടെ പേരാണ് മർത്തോമാശ്ലീഹായോ? പരിശുദ്ധാത്മാവ്. അതിന് മറ്റൊരു പേര് സഹായകൻ എന്നുള്ള പേരിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന സുറിയാനി പദമാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് പദമാണ്. പറയാമോ? സഹായകൻ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം. നമ്മൾ ഈ പെന്തിക്കോസ്തി ശുശ്രൂഷയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, തെറ്റാന്നേലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പാറക്കലീത്തോ. പാറക്കലീത്തോ എന്ന് പറഞ്ഞാൽ സഹായകൻ എന്നാണ്. സമ്മൺ ഹു ഹെൽപ്സ്. എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ നമ്മളെ അവൻ സഹായിക്കുമെന്ന് മാത്രമല്ല, അത് ചെയ്യുന്നത് അവനാണ് നമ്മളെ ക്രിസ്തു സ്നേഹത്തിൽ നിറയ്ക്കുന്നതും പാപത്തിൽ നിന്ന് നമ്മളെ വീഴാതിരിക്കുവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതും. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. പഴയത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പാപമാവും. പുതിയ നിയമത്തിൽ ചെയ്യണ്ട, അതാഗ്രഹിക്കുമ്പോഴേ അത് ചെയ്തതുപോലെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കൊല ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ കൊല ചെയ്തതിന് തുല്യമാണ്, ന്യായവിധിക്ക് നിൽക്കും. അപ്പം നമ്മളെല്ലാം കൊലപാതകളാണെന്ന് മനസ്സിലായില്ലേ? അത്രയും മനസ്സിലായല്ലോ. അത്രയും മനസ്സിലായെങ്കിൽ വളരെ സന്തോഷം. ഇനിയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അനുദപിച്ചോളൂ. നമ്മൾ എത്രയോ പേരെ നിസാരന്മാരായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എത്രയോ പേരെ പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. മതി, ഐ ആം എ കില്ലർ, മർഡറർ. കർത്താവിൻ്റെ പ്രമാണം അങ്ങനെയാണ്. പക്ഷേ വിഷമിക്കണ്ട, അവനിങ്ങനെ തൂങ്ങി ഇപ്പോഴും കിടപ്പുണ്ട്. വെളിപാട് ദിവസം 5:6 ആ കാര്യം. സിംഹാസനത്തിന് മുമ്പിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുകയാണ് നമുക്ക് വേണ്ടി വേദന എടുത്തുകൊണ്ട്. അപ്പോൾ ആദവും ഹവ്വായും ഇത് ആഗ്രഹിച്ചപ്പോഴേ തിന്മയുടെ ശക്തി അവനിലേക്ക് കയറി. അതുകൊണ്ടാണ് പിശാച് വന്നത്. നമ്മൾ ആ സാഹചര്യം പഴുത് തുറന്നു കൊടുത്തു. അത് ആഗ്രഹിച്ചില്ലെങ്കിൽ അവൻ പർദീസയിൽ കയറില്ല. ഇത് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവൻ കയറിയത്. അപ്പോൾ പാപം ചെയ്യുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിൽ പിശാചിൻ്റെ ഭരണം തുടങ്ങും. ക്രിസ്തു രാജ്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തുവിൻ്റെ ഭരണം. അവൻ രാജാവാണ്. മലാഖി 1 അവൻ അപ്പനാകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മഹാരാജാവാകുന്നുവല്ലോ. ക്രിസ്തു രാജ്യം ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്. പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാകുന്നോ? അന്നേരം മിണ്ടാതിരുന്നില്ല. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും മിണ്ടാതിരുന്നു. അതെ, ഞാൻ ആകുന്നു മീൻസ് ഐ ആം വാട്ട് ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ രാജാവാകുന്ന ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം. ഞാൻ ആ കർത്താവാകുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പിന്നെയോ ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നവനായ രാജാവ് ഞാനാകുന്നു. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിലെ ഐഹിക രാജ്യത്തിലെ രാജാവല്ല. അത് നിനക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് പീലാത്തോസിനോട് കർത്താവ് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് എനർജി അതിങ്ങ് വന്നുകൊണ്ടേയിരിക്കും. മർത്തോമാശ്ലീഹ കർത്താവിൻ്റെ മുറിവിൽ തൊട്ടു. ഒരു ശിഷ്യന് പെട്ടെന്ന് കാര്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് മറ്റ് ശിഷ്യന്മാർ ഓടി വന്ന് കർത്താവിനെ തൊട്ട ശരീരത്തിൽ തൊട്ടത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദേ ന്യൂ ദാറ്റ് സം പവർ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്
into the body of Saint Thomas, and the other disciples also wanted it. And they thronged towards him and touched him. ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് എനർജിയെ പറ്റി, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് സ്പിരിച്വൽ പവറിനെ പറ്റി ഞാൻ ചുമ്മാ വെറുതെ പറയുന്നതല്ല. ഇതിനൊരു വേദപുസ്തക അടിസ്ഥാനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതായത് മോശ ഇസ്രായേൽ മക്കളുമായിട്ട് അവൻ്റെ നേതൃത്വത്തിൽ അവരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മോശ മടുത്തു വയ്യവന്മാരെ കൊണ്ട്. എന്തു കൊടുത്താലും ഒരു തൃപ്തിയില്ല. കുറച്ച് മുമ്പ് തൃപ്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ, തൃപ്തിയുടെ കാര്യം. എന്താണ് തൃപ്തി? കർത്താവിൻ്റെ അടുത്ത് മാത്രമേ സമ്പൂർണ്ണ തൃപ്തിയുള്ളൂ. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മടുക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനൊരു മർമ്മം പറയാൻ പോവുകയാണ്, ഇത് ശ്രദ്ധിച്ചോണം. സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. പെട്ടെന്നൊരു കാര്യം ഓർത്തതുകൊണ്ട് അങ്ങ് പറയുകയാണ്. നമ്മൾ പല കാര്യങ്ങളും ഈ ലോകപരമായിട്ട് അന്വേഷിച്ച് പോകുന്നത് എന്തിനാണ്? തൃപ്തിക്ക് വേണ്ടിയാണ്, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ്, അല്ലേ? ഞാനിന്ന് അച്ഛനുമായിട്ട് കുറച്ച് സമയം യാത്ര ചെയ്തുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ കാറിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അച്ഛന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കാറാണ്. അപ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ സൗകര്യങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെ ആരാഞ്ഞറിയുകയാണ്. ഞാനാണെങ്കിൽ പെട്രോൾ അടിച്ച് മടുത്തു. ഇനി പൈസ ഇല്ല പെട്രോൾ അടിക്കാൻ, തീരുകയാണ്. ഞാനിപ്പോൾ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. പല കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം ഇത് സംഭവം. അത് ലോകപരമായ എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാനിത് അന്വേഷിക്കുകയും ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പിന്നെ അതിനുവേണ്ടി ബന്ധപ്പെട്ട് ഓടുകയും ചെയ്യുകയാണ്. ഇലക്ട്രിക് കാർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക ഞാൻ. ഇച്ചിരി കഴിയുമ്പോൾ അതും മടുക്കും. ഈ ലോകത്തിൽ ജഡീകമായി നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ ജഡീക സുഖങ്ങളും മടുക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് 80 വയസ്സുള്ള അച്ചായന് വരെ അത് മടുക്കും. ഏത് സുഖമാണെങ്കിലും ശരീരത്തിനും മനസ്സിനും തരുന്ന ഏത് സുഖവും മടുക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? അടുത്ത സുഖത്തിലേക്ക് പോകും. എനിക്കൊരു കാറുണ്ട്, അത്യാവശ്യം ഓടുന്നൊരു വണ്ടിയുണ്ട്, അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, പെട്രോൾ അടിച്ച് നമ്മുടെ പൈസ എല്ലാം തരുക. അപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചാലോ? ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ നമ്മളുടെ മനസ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഓടുവാൻ ശ്രമിക്കും. അതും മടുക്കും. അപ്പോൾ അടുത്ത കാർ വാങ്ങിക്കണമെന്ന് തോന്നും. ഇതിങ്ങനെ പോകത്തേ ഉള്ളൂ. ലോകത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാനൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാരാണ് നിങ്ങളെ മടുപ്പിക്കുന്നത്? പറയാമോ? ഇതാരാണ് നിങ്ങളെ മടുപ്പിക്കുന്നത്? കൊച്ചു കുഞ്ഞിനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു. അമ്മയും 3 വയസ്സുള്ള കുഞ്ഞും കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ അമ്മ പച്ചക്കറി വാങ്ങിക്കാൻ പോകും. മോൻ്റെ ശ്രദ്ധ എവിടെയായിരിക്കും? കളിപ്പാട്ടങ്ങൾ, ചോക്ലേറ്റ്. കരഞ്ഞ് നിലവിളിച്ച് കൂകി അവസാനം കരച്ചിൽ നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും. 2 ദിവസം 3-ാം ദിവസം അത് മൂലയ്ക്ക് കിടക്കും. അല്ലേ? പറ അല്ലെന്ന്. 3-ാം ദിവസം മൂലയ്ക്ക് കിടക്കുമ്പോൾ അവൻ അടുത്ത ദിവസം അവനെ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അവൻ വീണ്ടും കരയും. അവനത് പോരാ, അതിൻ്റെ അടുത്ത ഗ്രേഡിലുള്ള സാധനം വേണം. ഇതാണ് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇതാരാണ് മടുപ്പിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മടുക്കുന്നത്? ശരീരത്തിൻ്റെ, അത് ലൈംഗിക സുഖമാകട്ടെ, നമുക്ക് ആഹാരത്തിനോടുള്ള സുഖമാകട്ടെ, എന്ത് മറ്റ് പ്ലഷറുമായിട്ടുള്ള സുഖങ്ങളാകട്ടെ, ഏത് സുഖവും മടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഹയർ ഡിഗ്രിയിലേക്ക് പോകാൻ ശ്രമിക്കും. അതാണ് നമുക്ക് പറ്റുന്ന അപകടം. ശരിക്കും ഇത് മടുപ്പിക്കുന്ന ആരാന്നറിയാമോ? ആരാണ്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവാണ്. എന്തിനാണ് മടുപ്പിക്കുന്നതെന്നറിയാമോ? ദൈവമക്കളെ, അല്ലെങ്കിൽ കാറ് വാങ്ങിക്കാൻ പോകുന്നവനെ, അല്ലെങ്കിൽ ജഡീക സുഖങ്ങൾക്ക് പോകുന്നവനെ, ഇതിത്രേ ഉള്ളൂ, ഇത് മടുക്കും,
നീ തിരിഞ്ഞ് നിത്യസന്തോഷത്തിലേക്ക് എൻ്റെ അടുക്കിലേക്ക് പോ, എൻ്റെ അടുക്കിലിരി, ഞാൻ നിനക്ക് നിത്യമായ സന്തോഷം എന്താണെന്ന് പറഞ്ഞു തരാം. ഈ ലോകത്തിൻ്റെ ഏത് സന്തോഷത്തിൻ്റെ പുറകെ പോയാലും നിനക്ക് ഇതുപോലെ മടുപ്പ് ഉണ്ടാകും. അപ്പോൾ ആദ്യം നീ പരിശുദ്ധാത്മാവിലേക്ക്, ക്രിസ്തുവിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക് തിരിച്ചു വന്നാൽ അവൻ നിന്നോട് പറയും ഏതാണ്, എങ്ങനെയാണ് ലോകത്തിലെ സുഖസൗകര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. ഇത് അവനാണ് പറഞ്ഞു തരേണ്ടത്. ഇതെല്ലാം നേരെ തിരിഞ്ഞായിപ്പോയി. ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കകത്ത് നിർത്തിയിരിക്കുവാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ. ശരിക്കും പരിശുദ്ധാത്മാവിനെ അതിനെ കവറപ്പ് ചെയ്ത് നിർത്തണം. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിപ്പോയി. നമ്മുടെ ആധ്യാത്മികത വരെ അങ്ങനെയായിപ്പോയി. ക്രിസ്തുമസ് നമ്മൾ കൊണ്ടാടുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണ്, ക്രിസ്തുമസ് നമ്മൾ കൊണ്ടാടുമ്പോൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ നടത്തുകയാണ്. വെടി പൊട്ടിക്കുന്നു, വടക്കം പൊട്ടിക്കുന്നു, മാലത്തിരി കത്തിക്കുന്നു, അത് കത്തിക്കുന്നു, ഇത് കത്തിക്കുന്നു, കേക്ക് മുറിക്കുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു, കരോളിറങ്ങുന്നു, അതിറങ്ങുന്നു, ഇതിറങ്ങുന്നു. ആരാധനയ്ക്ക് മാത്രം പള്ളിയിൽ ആളില്ല, തീജ്വാല ശുശ്രൂഷയ്ക്ക് ഒരു മനുഷ്യനുമില്ല. എന്താണ് കാര്യം? നമുക്ക് ഈ ലോകപരമായ കാര്യങ്ങൾ ആധ്യാത്മികമായി തോന്നത്തക്ക വിധം നമ്മൾ ചെയ്യുന്നു എന്ന് നമുക്കങ്ങ് തോന്നുക. ഇതാണ് സ്പിരിച്വാലിറ്റി നമ്മൾ വിചാരിച്ചിരിക്കുക. കർത്താവിലൊന്നുമല്ല നമ്മുടെ സന്തോഷം. ചുമ്മാ പാടുന്നതുള്ളതേ ഉള്ളൂ, കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്നൊക്കെ. അതിലൊന്നും അല്ല. ശരിക്കും കർത്താവിൽ സന്തോഷിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ സന്തോഷം ശരിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ചുമ്മാ പറയുന്നതാണ് കർത്താവിൻ്റെ പുറകെ പോയാൽ പിന്നെ ലോകത്തിൻ്റെ ഒരു കാര്യമില്ല. ഒന്നുമല്ല, ലോകത്തിൻ്റെ കാര്യങ്ങൾ കർത്താവാണ് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും വിരോധമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനായിട്ട് ആ ലോകത്തിൻ്റെ സന്തോഷം ക്രിസ്തുവിൽ കൂടി അത് നമ്മൾ അനുഭവിക്കുമ്പോൾ, അത് ലോകത്തിൻ്റെ സന്തോഷവും ക്രിസ്തുവിൻ്റെ സന്തോഷത്തിലാകുമ്പോൾ ഇത് രണ്ടും ഒരു നിത്യസന്തോഷതയുടെ അനുഭവമായിട്ട് മാറും. അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമാണ്. ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം, സ്നേഹിക്കണം, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്രിസ്തു ഇപ്രകാരം കൂടെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്നേക്കാൾ ഉപരി ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചാൽ അതെനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നതിനെ വികലമായിട്ട് വ്യാഖ്യാനിക്കരുത്. ഭർത്താവ് ഒരു ദിവസം മരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഒരു ദിവസം മരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സന്തോഷം നേരത്തെ പോയിൻ്റ് ചെയ്ത് ടച്ച് ചെയ്ത് വെച്ചിരുന്നാൽ, തൊട്ട് വെച്ചിരുന്നാൽ, മർത്തോമാസ്ലീഹ തൊട്ട് നിന്നതുപോലെ തൊട്ട് വെച്ചാൽ, ഭർത്താവ് പോയാൽ അത് കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോയത്. എനിക്ക് ഭർത്താവുണ്ട്, ആത്മാവിൽ കർത്താവുണ്ട് എന്നുള്ള നിത്യസന്തോഷം ഭർത്താവ് പോയാലും നമ്മുടെ ഉള്ളിൽ കാണും. അല്ലെങ്കിൽ എൻ്റെ കർത്താവ് ഇത് ആരാണ്, എൻ്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് പോയി, എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കും. വിലാപം വേണ്ടെന്നല്ല, പക്ഷേ ഇത് മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതം നിരാശയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ മോശ ഇസ്രായേൽ മക്കളെ നടത്തുമ്പോൾ മോശയ്ക്ക് ആകപ്പാടെ മടുപ്പായി. ഇതുങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയുമില്ല, എവിടെ ചെന്നാലും പരാതിയും പരിഭവവും. ഞങ്ങളെ അങ്ങ് ഈജിപ്തിൽ നിർത്തിയാൽ പോരായിരുന്നോ? മിസ്രൈമിലെ ഇറച്ചിക്ക് എന്തുമാത്രം മധുരമായിരുന്നു. ഇവിടാന്നെ വായി വയ്ക്കാൻ കൊള്ളാത്ത ഒരു സാധനമാണ് തരുന്നത്. ആകപ്പാടെ ഏതാണ്ട് തേനിൻ്റെ അത്ര പോലെ രുചിയോടുള്ള ഏതാണ്ടൊരു സാധനം, ചെതുമ്പൽ പോലിരിക്കുന്നു, മന്നാന്നൊക്കെ നീ വിളിക്കുന്നു. ഇതെന്തിനു കൊള്ളാം? മിസ്രൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ കിട്ടുമായിരുന്നു. ഇതിപ്പം വല്ലപ്പോഴും ഒരു കാട ഇറച്ചി ഇങ്ങോട്ട് വരും, 4 കാട ഇങ്ങോട്ട് വരും, ഞങ്ങൾ പട്ടിണിയാണ്, വയറ് നിറഞ്ഞിരിക്കുക, എന്നിട്ടും ഇതാണ് പറയുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് പരിതപിക്കുന്ന ഒരു രംഗമുണ്ട് 11-ാം അധ്യായത്തിൽ. ഇത് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന വരും. 1-2 പേരെയല്ല നയിക്കുന്നത് കേട്ടോ. സോണിയച്ചനോട് ചോദിച്ചു നോക്ക്, എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? 250 എത്രയോ ആയിക്കോട്ടെ, പോട്ടെ. 500 വീട്ടുകാർ, 1000 വീട്ടുകാർ, 3000 വീട്ടുകാർ, 4000 വീട്ടുകാരുള്ള ഇടവക നമുക്ക് മലങ്കര സഭയിലുണ്ട്. അവിടുത്തെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കി എന്താ അവസ്ഥ എന്ന്. ഡെയിലി കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും അച്ഛന്. കൃത്യമായിട്ട് ദൈവാശ്രയം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും അച്ഛന് കൗൺസിലിംഗ് വേണ്ടി വരും. അല്ലെ അച്ഛനോട് ചോദിച്ചു വെച്ചാൽ മതി. നിങ്ങൾ നല്ല ആൾക്കാരാണ്, അതുകൊണ്ട് അച്ഛൻ്റെ മുഖമൊക്കെ ഇച്ചിരി പ്രസാദിച്ചിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ഇവിടെ മോശ എത്ര പേരെയാണ് നയിച്ചതെന്നറിയാമോ? ഒരൊറ്റ മനുഷ്യൻ, 100 വയസ്സുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ. 80-ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷ തുടങ്ങുന്നത്. കനാൻ ദേശമൊക്കെ എത്താറായപ്പോഴത്തേക്ക് 120 വയസ്സായി. അപ്പോൾ അതിനിടയിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഏകദേശം ഒരു 100 വയസ്സെന്ന് വിചാരിച്ചോ. 100 വയസ്സുള്ള ഒരു മനുഷ്യൻ നയിച്ചത് 6 ലക്ഷം ആൾക്കാരെയാണ്. 6 ലക്ഷം ഒറ്റ മനുഷ്യൻ. നിങ്ങൾ ആ മോശ എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മൾ അവതരിപ്പിക്കുന്നത് വലിയ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊന്നുമല്ല. നമ്മൾ കഷ്ടാനുഭാഷയിലും നോമ്പിലെ നമസ്കാരത്തിലും മോശയെപ്പറ്റി വർണ്ണിക്കുന്നത് എന്താ? സൗമ്യൻ മോശ നിവിതൻ നോമ്പേറ്റോ നാം ശീഹ, അങ്ങനല്ലേ? സൗമ്യൻ മോശ എന്നാണ്. ദൈവം തന്നെ മോശയെപ്പറ്റി സാക്ഷീകരിക്കുന്നുണ്ട്, ഇത്രയും സൗമ്യനായ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. 6 ലക്ഷം ആൾക്കാരെയാണ് നയിച്ചത്. ആ മോശ മടുത്തുപോയി. മടുത്തിട്ട് അവൻ ദൈവത്തോട് പരാതി പറയാണ്. ദൈവത്തോടങ്ങ് പരാതി എന്ന് പറയല്ല, അങ്ങോട്ട് കയറി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ സ്നേഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം മോശ എന്ത് പ്രശ്നം ഉണ്ടായാലും, ഞാൻ ഈ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എന്ത് പ്രശ്നം ഉണ്ടായാലും മോശ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ പോയി കവിണ്ണു വീഴുമായിരുന്നു. എന്നാൽ ഇവിടെ മോശയ്ക്ക് ആകെപ്പാടെ ലിമിറ്റ് വിട്ടു. അപ്പോൾ മോശ ദൈവത്തോട് പറയാണ്, കേട്ടോണം, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. ഈ സാധനങ്ങളെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തെടുത്തുകൊണ്ട് പോകാൻ ഞാനിതിനെ പെറ്റിട്ടൊന്നും ഇല്ലെന്ന് ദൈവത്തോട് പറയുകയാണ്. എന്നെക്കൊണ്ട് വയ്യാന്നു. എന്നിട്ടോ അടുത്ത വാക്യം, ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, എനിക്ക് പറ്റിയല്ലെന്ന്. ഒരു ദൗത്യം ഏൽപ്പിച്ചേക്കോ ദൈവം. ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട മോശ ദൈവത്തോട് പറയുകയാണ്, എന്നെക്കൊണ്ടിത് പറ്റില്ല, ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളോട് സത്യം ഞാൻ തുറന്നു പറയാം. ഞങ്ങൾ അച്ഛന്മാർ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത് നിർത്തിയിട്ട് പോയാലോ എന്ന്. അല്ല, ഈ 2 അച്ഛന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇന്ന് ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഒരച്ഛനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. അങ്ങനെ പറഞ്ഞു പോകും ചില സമയത്ത്. ആത്മീയതയിൽ ഭീകരമായ മടുപ്പ് വരും. എന്തിനേറെ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയ ഏലിയാവ് ഒരു ഇസബെല്ലിൻ്റെ വാക്ക് കേട്ടിട്ട് ഓടിപ്പോയി ചൂരച്ചിലയുടെ മൂട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എന്നെ അങ്ങ് എടുത്തോളണമേ, എനിക്കിനി ജീവിക്കണ്ട, ഐ വാണ്ട് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്നാണ് അർത്ഥം. ഏലിയാവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ബലഹീനരായ ഞങ്ങൾ എന്തുമാത്രം പറയും? നിങ്ങൾ എന്തുമാത്രം പറയും? ആത്മീയ ശുശ്രൂഷയിൽ ഇങ്ങനൊരു സംഗതിയുണ്ട്. അപ്പോൾ മോശ ദൈവത്തോട് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. എന്നിട്ട് അടുത്ത വചനം ഏലിയാവ് പറഞ്ഞതുപോലെ മോശ പറയുവാണ്, ഇങ്ങനെ എന്നോട് നീ ചെയ്യുന്ന പക്ഷം, ദൈവത്തോട് പറയുകയാണ്, ഇങ്ങനെ നീ എന്നോട് ചെയ്യുന്ന പക്ഷം ദൈവം വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. വളരെ തീക്ഷ്ണമായ ഭാഷയിൽ മോശ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ അരിഷ്ടത ഞാൻ കാണുമാറാകരുതേ, നീ എന്നോട് ഇങ്ങനെയാണ് ഈ ജനത്തെ പ്രതി ചെയ്യുന്നത് എങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്ക്. ഇതാണ് അവസ്ഥ, മടുപ്പാണ്. അപ്പോൾ ദൈവം അവിടെ ഒരു പ്രതിവിധി കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കൂട്ടത്തിലെ പ്രമാണിമാരെയും മേൽവിചാരന്മാരെയും കൂടെ ഇങ്ങോട്ട് കൂട്ടി വരുത്ത 70 പേരെ കൊണ്ടുവരുവാൻ പറഞ്ഞു.
പറഞ്ഞു. അങ്ങനെ മോശ സഭായോഗം കൂടിയിട്ട് മേൽവിചാരകന്മാരായ 70 പേരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? 17-ാം വാക്യം, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ദൈവം പറയാണ്, ഞാൻ അവിടെ ഇറങ്ങി വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 17-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഞാൻ, ഇത് ശ്രദ്ധിക്കണം, ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറേയെടുത്ത് അവരുടെ മേൽ പകരും. ആരുടെ ആത്മാവിനെ എടുത്തെന്നാണ്? നിൻ്റെ മേലുള്ള ആത്മാവിനെ എടുത്ത്. എൻ്റെ ആത്മാവിനെ പകരുമെന്നല്ല പറഞ്ഞത്. ദൈവം ഞാൻ അവർക്കൊരാത്മാവിനെ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. മോശെ, നിൻ്റെ മേൽ ഞാൻ തന്നിട്ടുള്ള ആത്മാവിൻ്റെ ശക്തി വ്യാപാരമുണ്ട്, അത് ഞാൻ എടുത്ത് ഇവരുടെ മേൽ പകരും. ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിറ്റ് ഓഫ് ഗാഡ്. അതുപോലെ തന്നെ 25-ാം വാക്യത്തിലും അത് അസന്നിഗ്ധമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തതുപോലെ അവന്മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. നമുക്ക് 1 ശമൂവേൽ 19-ാം അധ്യായം 18-ാം വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. 1 ശമൂവേൽ 19-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ശൗല് ദാവീദിൻ്റെ പുറകെ നടക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം. അപ്പോൾ ദാവീദ് ഓടി ശമൂവേലിൻ്റെ അടുത്ത് ചെന്നു. ശമൂവേൽ പ്രവാചക, അപ്പച്ച, എനിക്ക് പറ്റില്ല ഇങ്ങനെ എന്ന് പരാതി പറഞ്ഞപ്പോൾ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രകാരം പറയുകയാണ്. 18-ാം വാക്യം മുതൽ ഞാൻ വാക്യാണ്. 1 ശമൂവേൽ 19-ാം അധ്യായം 18-ാം വാക്യം. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമായിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിലുണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ശൗല് ദാവീദിനെ അന്വേഷിച്ച് മാത്രം നടക്കുകയാണ്, ഇവനെ കൊല്ലണം. അതാണ് ശൗലിൻ്റെ ഇൻറ്റൻഷൻ മുഴുവൻ മാറിപ്പോയി. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അഭിഷേകമൊക്കെ പ്രാപിച്ചവനാണ്, പക്ഷേ ഇൻറ്റൻഷൻ ലോകത്തിലേക്ക് തിരിഞ്ഞു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദാം ഹവ്വായിക്കും ഉണ്ടായിരുന്ന ജഡാഭിലാഷം, കൺമോഹം, ജഡമോഹം, പ്രതാപം, ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. അഭിഷേകമൊക്കെ കിട്ടിയ ആളാണ്, പക്ഷേ ലോകത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. അതാണ് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം വിശുദ്ധ കുർബാനയിൽ പറയുന്ന പോലെ ദൈവമായ കർത്താവിലിരിക്കുന്ന മശിഹാ തമ്പുരാനിൽ തന്നെ എപ്പോഴും 24/7 ഷുഡ് ബി സെൻട്രലൈസ്ഡ് ദർ. അവിടെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്തു സ്നേഹം വരികയുള്ളൂ. ഇവിടെ ശൗൽ ഈ ദാവീദിനെ അന്വേഷിച്ച് പോവുകയാണ്. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. ആദ്യം ശൗൽ കുറച്ച് ദൂതന്മാരെ വിട്ടു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവിടെ തലവനായി ഇരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ദൂതന്മാരുടെ മേലും വന്നു. അപ്പോൾ ശമൂവേലിൻ്റെ അടുത്തോട്ടാണ് ചെന്നത്. ശമൂവേലിൻ്റെ കൂട്ടത്തിൽ ശമൂവേലിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പ്രവാചകന്മാരൊക്കെ ചുറ്റുമിരിപ്പുണ്ട്. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശൗലിൻ്റെ ദൂതന്മാർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. പക്ഷേ അവർ അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഈ പ്രവാചകത്വത്തിൻ്റെ ആത്മാവ് ഇവരിലേക്ക് വ്യാപിച്ചു. ഇത് ശൗൽ അറിഞ്ഞു. ശൗൽ ഉടനെ അങ്ങോട്ട് ചെന്നു. ശൗൽ പിന്നെയും 3-ാം പ്രാവശ്യവും ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം ശമൂവേലും ചെന്നു, അവനും പ്രവചിച്ചു. ശൗലും പ്രവാചകന്മാരുടെ ഇടയിലുണ്ടോ എന്നൊരു ചൊല്ല് വരെ അങ്ങനെയാണ് ഉണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ ചെല്ലുന്ന സാഹചര്യങ്ങളിൽ ആ ആത്മാവ് നമ്മളിലേക്ക് കയറും. നിങ്ങൾ ഇപ്പോൾ വചന ശുശ്രൂഷയൊക്കെ കേട്ട് ഒരുവിധം ആത്മീയമായി ഒരു വെളിച്ചം ഉള്ളിൽ തോന്നിയെന്ന് വിചാരിക്കുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു കുറച്ച് നേരം നമുക്ക് ക്ലബിൽ പോയിരുന്ന് ചീട്ട് കളിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡം നമ്മളെ അതിന് നിർബന്ധിക്കും. ക്രിസ്തു സ്നേഹമില്ലെങ്കിൽ ജഡത്തെ നമ്മൾ അനുസരിക്കും, ആത്മാവിനെ വിട്ടുകളയും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. അപ്പോൾ അല്പസമയം കൂട്ടുകാരോട് തിരുന്ന് കളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, കിട്ടിയ ആത്മാവ് അങ്ങ് പോകും, അവിടുന്ന് ഒരു ആത്മാവ് ഇങ്ങോട്ട് കയറും. അതും കൊണ്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ സാധനം വീട്ടിലെ ഭാര്യയിലോട്ടും കയറും. 1 പറയും, തിരിച്ച് 2 പറയും,
3 പറയും, 4 പറയും, കുഞ്ഞുങ്ങൾ 5-ാമത്തേതും പറയും. എവിടുന്ന് കിട്ടി? വചനം കേട്ടിട്ട് പോയതാണ്. പക്ഷെ പോകുന്ന വഴിയിലാണെങ്കിലും എവിടുന്നാണെങ്കിലും നമ്മൾ അശുദ്ധാത്മാവിനെ കയറ്റും. ശിംശോൻ പെണ്ണ് കാണാൻ പോയത് അറിയാമോ എങ്ങനെയാണെന്ന്? ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ശിംശോൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഫെലിസ്ത്യ കന്യകയെ കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബാലസിംഹം അവനെ ആക്രമിച്ചു. ശിംശോൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് വന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ബാലസിംഹങ്ങളുടെ അറ്റാക്ക് എങ്ങനെയാണ്? വേഗമാണ്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പറന്ന് അറ്റാക്ക് ചെയ്ത് കളയും, പറക്കും. ഭയങ്കര വേഗതയാണ്. നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഇത് നമ്മളെ അടിച്ചിട്ട് കളയും. ഭയങ്കര ബലമാണ്. അതുകൊണ്ടാണ് ആനയെ വരെ സിംഹം കീഴടക്കുന്നത്. കാട്ടിലെ രാജാവായിരിക്കുന്നതുകൊണ്ടാണ്. എല്ലാം പെട്ടെന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശിംശോൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് പെട്ടെന്ന് വന്നു. അവൻ ഒരാട്ടിൻകുട്ടിയെ കീറുന്ന പോലെ സിംഹത്തെ കീറിക്കളഞ്ഞു. അപ്പോൾ ക്വിക്ക്നെസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് മോർ ക്വിക്കർ ദാൻ ദ ക്വിക്ക്നെസ് ഓഫ് ദ ലയൺ. അതായത് സിംഹത്തിൻ്റെ വേഗതയെക്കാളിൽ വേഗതയേറിയ ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവമക്കളെ നിങ്ങളെ വഴി നടത്തുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ശിംശോൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ബാലസിംഹത്തെ കീറി, ശിംശോൻ നാസി വ്രതക്കാരനായിരുന്നു, സിംഹത്തെ എറിഞ്ഞു കളഞ്ഞു. സംഭവമൊക്കെ കൊള്ളാം. പെണ്ണ് കണ്ടേച്ച് വന്നു. രണ്ടാമത് വീണ്ടും കല്യാണത്തിനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ശിംശോനൊരു പെട്ടെന്നൊരു തോന്നൽ, പണ്ട് ഞാനിവിടെ ചെറിയ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ആളാണല്ലോ, ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ബാലസിംഹത്തിൻ്റെ അസ്ഥി അവിടെ കിടപ്പുണ്ടോ? കാരണം ലോകപരമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതിൻ്റെ പുറകെ വീണ്ടും പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അസ്ഥി മാത്രമല്ല, അസ്ഥിയുടെ ചുറ്റും തേനും കൂടെ ചുറ്റിയിരിക്കുന്നത് കണ്ടു. ശിംശോന് കൊതി തോന്നി. ശിംശോന് തേന് ഭക്ഷിക്കാം, പക്ഷേ ചത്ത മൃഗത്തെ തൊടുവാൻ പാടില്ല. നാസീർ വ്രതക്കാരനാണ്. തേനിൻ്റെ രുചി ജഡത്തിൽ അങ്ങോട്ട് പിടിച്ചപ്പോൾ അവൻ അസ്ഥി കൈകൊണ്ട് തൊട്ട് അത് ഭക്ഷിച്ച് നാസീർ വ്രതം മുടങ്ങിപ്പോയി. ഇതാണ് ലോകത്തിൻ്റെ അട്രാക്ഷൻ. ആ സാഹചര്യത്തിലേക്ക് ചെന്ന് പെട്ടപ്പോൾ ആ ആത്മാവ് ഇങ്ങോട്ട് കയറി. ലോകത്തിൻ്റെ ആത്മാവ് ശിംശോനിലേക്ക് കയറി. അവിടം തൊട്ട് ശിംശോന് പതനം തുടങ്ങി. ഞാൻ എപ്പോഴും ആലോചിക്കും, ശിംശോന് വിവേകം നഷ്ടപ്പെട്ടത് അതിൽ നിന്നാണ്. ശിംശോന് യഹോവയുടെ ആത്മാവ് ശക്തമായിട്ടുണ്ടായിരുന്ന ശിംശോന് ഒരു ഭാര്യയുടെ മുമ്പിൽ വിവേകം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് വിവേകം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 3 തവണ ഭാര്യയോട് പറഞ്ഞ് ശിംശോൻ്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം ഭാര്യയെ കൊണ്ട് ശിംശോനോട് ചോദിപ്പിച്ചു, ശിംശോനെ എന്നോട് പറ, നിൻ്റെ ഭാര്യയല്ലേ ഞാൻ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നോട് പറ, നിൻ്റെ രഹസ്യം എവിടെയാണ് ഇരിക്കുന്നത്? അത് എൻ്റെ ഒരു പച്ച ഞാങ്ങണയുടെ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ആൾ കൊണ്ടുപോയി ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അവർ വന്ന് ഈ പച്ച ഞാങ്ങണ കൊണ്ട് കെട്ടി. ശിംശോനില്ലേ പിന്നെ ചണച്ചരട് കത്തിക്കുന്ന പോലെ അതിനെ ചുമ്മാ കീറിയാൻ കളഞ്ഞു. ശക്തനായിരുന്നു, മഹാമല്ലൻ ശക്തൻ. പിറ്റേ ദിവസം രാത്രി വന്നിട്ട് ഭാര്യ വീണ്ടും, അതെന്നെ പറ്റിച്ചല്ലേ, എന്നാൽ ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ പിടിച്ചു തന്നെ കെട്ടി എന്നൊരു ബോധം ഇവന് തലേ കയറുന്നില്ല. വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം പറഞ്ഞ് 7 ജടയുള്ള മുടി കൊണ്ട് എന്നെ ബന്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. ഈ ഫെലിസ്ത്യ ഭാര്യ ഉടനെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അവർ പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോഴും ശിംശോന് ബോധ്യം വരുന്നില്ല, ഇതിവള് ഒറ്റാനുള്ള പരിപാടിയാണ്. വീണ്ടും അടുത്ത പ്രയോഗം കൂടെ നടത്തി. 3 തവണയും ശിംശോന് പിടികിട്ടുന്നില്ല. 4ാമത്തെ തവണ ശിംശോൻ സത്യം പറയുകയും കൂടെയാണ്, എൻ്റെ തലമുടി കത്തിരിച്ച് കളഞ്ഞാൽ എൻ്റെ ശക്തി പോകും. ഈ വിവേകമില്ലായ്മ ശിംശോന് സംഭവിച്ചത് എന്താണ്?
അനാവശ്യമായ കാര്യത്തിലോട്ട് ദൈവീക പദ്ധതിയിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോയി ലോകത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് കയറി. വിവേകം നഷ്ടപ്പെട്ടു പോയി. ഇരുളടഞ്ഞ ഹൃദയത്തിൽ വിവേകം നഷ്ടപ്പെട്ടു പോകും എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. മർത്തോമാസ്ലീഹ കർത്താവിൻ്റെ വിലാവിലേക്ക് തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ചുമ്മാ തൊടാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല, തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ട്രാൻസ്ഫർ ഓഫ് എനർജി സംഭവിച്ചു. കർത്താവിൻ്റെ വിലാവിൽ നിന്ന് ഒഴുകുന്നത് എന്താണ്? പറ. യേശുവിൻ്റെ വിലാവിൽ നിന്ന് ഒഴുകുന്നത് എന്തൊക്കെയാണ്? പറയൂ മോനെ. യേശു കർത്താവിനെ കുത്തിയില്ലേ? കുത്തി എന്തൊക്കെ ഒഴുകി? ഒന്നും ഒഴുകിയില്ലേ? എന്താണ് ഒഴുകിയത്? മക്കൾ പറഞ്ഞേ, പെൺമക്കൾ പറഞ്ഞേ. യേശു ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവിനെ കുത്തിയപ്പോൾ അവിടുന്ന് എന്തെല്ലാം ഒഴുകിയെന്ന് പറയണം. എന്തൊഴുകിയെന്നല്ല, എന്തെല്ലാം ഒഴുകിയെന്നാണ് ചോദിച്ചത്. എന്താണ് ഒഴുകിയത്? എന്തെങ്കിലും ഒന്ന് പറ. രക്തവും വെള്ളവും ഒഴുകി. അപ്പോൾ മർത്തോമാസ്ലീഹയിലേക്ക് ആ വിലാവിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് ഈ രക്തത്തിൻ്റെ ശക്തിയും വെള്ളത്തിൻ്റെ ശക്തിയുമാണ്. എന്താണ് ആ വെള്ളം? യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറപ്പെടും. ആ ജീവജലത്തിൻ്റെ നദി ഏദൻ തോട്ടത്തിൽ നിന്ന് 4 വഴിക്കായിട്ട് ഒഴുകിയ നദി പരിശുദ്ധാത്മാവ് നദിയാണ്. ആ പരിശുദ്ധാത്മാവാണ് വിലാവിൽ നിന്ന് വെള്ളമായിട്ടൊഴുകിയത്. ജീവജല നദി അത് മർത്തോമാസ്ലീഹയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ആ ന്യൂനത മാറുകയും ആ ശരീരത്തിന്മേൽ മറ്റ് ശിഷ്യന്മാർ ഓടി വന്ന് മുത്തിയപ്പോൾ അതേ ട്രാൻസ്ഫർഷിപ്പ് അവരിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് മറിയാം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തിലേക്കും യോഹന്നാനിലേക്കും സക്രിയയിലേക്കും വ്യാപരിച്ചത്. പ്രജ തുള്ളി, സക്രിയ സങ്കീർത്തനം പാടി, എലിസബത്ത് സങ്കീർത്തനം പാടി, എന്തിനേറെ മാതാവും സങ്കീർത്തനത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. ഇതെന്തുകൊണ്ടാണ്? ശ്രദ്ധ കർത്താവിൻ്റെ ശരീരത്തിലേക്കും അവനെ തൊടുവാനും അവനെ കാണുവാനും ഉള്ള ആഗ്രഹത്തിൽ നിന്നാണ്. ഈ ആഗ്രഹത്തോടെ നമുക്ക് ക്രിസ്മസിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ മർത്തോമാസ്ലീഹയുടെ ഈ ദിവസത്തെ ഈ പെരുന്നാൾ കർത്താവിനെ തൊടുവാനുള്ള ആഗ്രഹം നിങ്ങളുണ്ടാവട്ടെ. ബേത്ലഹേമിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് വണങ്ങിയിട്ട് പോരാതെ തൊടണം. സ്പർശനം അകത്തുണ്ടാകണം. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എഫേസ്യർ 3:16 ആ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണമെന്നും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ടച്ച് ചെയ്തിരുന്നാൽ അടുത്ത വചനം നിങ്ങളിൽ നിവൃത്തിയാവും. അതോട് പറഞ്ഞിട്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം 19 വരെയാണ് ഇപ്പോൾ പറഞ്ഞത്. 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ
നമ്മിൽ വ്യാപാരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി കൊണ്ട് സഭയിലും യേശുക്രിസ്തുവിലും തലമുറ തലമുറയോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്ത് ചോദിച്ചാലും കിട്ടും, പക്ഷേ ടച്ച് ചെയ്തിരിക്കണം, ബന്ധത്തിലിരിക്കണം. ക്രിസ്തു ബന്ധത്തിലിരിക്കുവാൻ ഈ പെരുന്നാൾ നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുരുവിള്ള കോർപ്പിസ്പോക്കാച്ചനും എൻ്റെ അനുജൻ സോണിയച്ചനും ഉള്ള സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ഇടവകയുടെ ഈ പെരുന്നാൾ അനുഗ്രഹപ്രദമാകട്ടെ. ക്രിസ്തുവ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് കർത്താവിനെ സ്പർശിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിൻ്റെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു 1.5 മണിക്കൂർ സമയമാണ് കടന്നുപോയത്. എത്ര സമയം എടുക്കാമെന്ന് എന്നോട് അച്ഛൻ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ എത്ര സമയം വേണമെങ്കിലും എടുത്തു. അപ്പം അച്ഛൻ എല്ലാവരുടെയും മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും തലയൊക്കെ കുനിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച്, അപ്പം അച്ഛൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛന് നല്ല ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോയത്. ഇനി അടുത്ത 1.5 മണിക്കൂർ കൂടെ പോയാലും ഇതൊരു പ്രശ്നമല്ലാതിരുന്നേനെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് മാർഗംകളിയുടെ അരങ്ങവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് ശ്രവിക്കേണ്ടത് ആണല്ലോ. തീർച്ചയായിട്ടും എത്ര ആഴത്തിലുള്ള വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഒരു മനോഹാരിതയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ ധ്യാന മുഹൂർത്തങ്ങളിലൂടെ സംഭവിച്ചത്. നമ്മൾ വിസ്മയത്തോടെയാണ് കാണുന്നത്. നമ്മുടെ മുമ്പിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലും എല്ലാമുള്ള വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആഴമായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കിട്ടുക എന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ലളിതമായി നമ്മോട് പറഞ്ഞു തരികയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ മലങ്കര സഭയ്ക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ധന്യരാക്കി. ഇന്ന് രാവിലെ മുതൽ അച്ഛനിവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി, അച്ഛൻ്റെ സന്ദേശത്തിന് നന്ദി. ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം കൂടുതൽ കൂടുതൽ ഫലപ്രദമാക്കി തീർക്കുവാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും സന്തോഷവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ മലങ്കര സഭയ്ക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ധന്യരാക്കി. ഇന്ന് രാവിലെ മുതൽ അച്ഛനിവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി, അച്ഛൻ്റെ സന്ദേശത്തിന് നന്ദി. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം കൂടുതൽ കൂടുതൽ ഫലപ്രദമാക്കി തീർക്കുവാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും സന്തോഷവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദാവീദിൻ മകൾ കന്നി ജനതാമധ്യേ നിന്നിടുന്നു. കൈകളിൽ മേവുന്നുണ്ണി താർക്കികരവനെ ചൂഴുന്നല്ലോ. പാർക്കുന്നേകൻ നേർക്കുന്നന്യൻ സാക്ഷി ചന്യനിവൻ താൻ ദൈവം. ദാവീദിൻ മകൾ കന്നി നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ താൻ പന്തിയിലേക്കിന്നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം. അവളോടൊന്നിച്ചുൾഘോഷിക്കാം. തൽഫലമീശൻ താനെന്നേവം.